ഇന്ന് നിലവിലുള്ള പ്രാർത്ഥനാക്രമങ്ങളിലെ മനുഷ്യൻ്റെ ദൈനംദിന ജീവിത പ്രശ്നങ്ങളെ ഏറ്റവും പെട്ടെന്ന് അഡ്രസ്സ് ചെയ്യുന്ന സുവിശേഷ പദ്ധതിയാണ് ഉടമ്പടി. ഇപ്പോൾ വർഷകാലമാണെങ്കിലും ഇവിടെ ഉടമ്പടി എടുക്കുന്നവരുടെ എണ്ണത്തിൽ ഒരു കുറവില്ല. അതിൻ്റെ കാരണം ബഹുജനം ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് വളരെ സാക്ഷരതയുള്ളവരാണ്. ഇതിൻ്റെ ആദ്യകാലങ്ങളിലൊക്കെ ആൾക്കാർക്ക് ഇത് എന്താണെന്ന് അറിയാൻ പാടില്ലാതെ കുറച്ച് കൺഫ്യൂഷൻസൊക്കെ ഉണ്ടായിരുന്നു. കാര്യം ഇത് കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. ശരിക്കും പറഞ്ഞാൽ ആദ്യം വരുന്നവർക്ക് ഇതൊരു കോംപ്ലിക്കേറ്റഡാണ്. ആ ഉടമ്പടി അതിൻ്റെ മർമ്മം മനസ്സിലാക്കി അതിൻ്റെ കർമ്മങ്ങളും ക്രമങ്ങളും ഒക്കെ മനസ്സിലാക്കി ഷാർപ്പ് ഷൂട്ട് ചെയ്യണതിന് നല്ല ഒരു ബുദ്ധിയും അറിവും കൂടി വേണം. മറ്റു പ്രാർത്ഥനാ രൂപങ്ങളെപ്പോലെ ഇത് പെട്ടെന്ന് വാഗുകൊണ്ട് എന്തെങ്കിലും കസ്തർക്കം പറഞ്ഞാൽ ആക്ടിവേറ്റ് ആകത്തില്ല. ഇത് ഹെവി ഡ്യൂട്ടി ചെയ്യുന്നത് കൊണ്ടാണ്. ഹെവി ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 0 നമ്മുടെ ലൈഫ്. നോബഡി ടു ഹെൽപ്പ്. നമ്മുടെ ലൈഫ് ഇങ്ങനെ ഒഴുക്കിൽ പെട്ടുപോവുകയാണ്. ഒരു സഹോദരി 10 കിലോമീറ്ററോളം കഴിഞ്ഞ ദിവസങ്ങളിൽ പുഴയിൽ ഒഴുകിപ്പോയില്ലേ. അവസാനം ഒരു പിടിവള്ളി കിട്ടി. അപ്പോൾ അവർക്ക് ബോധമുണ്ടായി. അവരവിടെ കിടന്ന് അലറി. നാട്ടുകാർ കണ്ട് അവരെടുക്കുകയാണ് ചെയ്തത്. പക്ഷെ പിടിവള്ളി പോലും കിട്ടാതെ എത്രയോ പേര് കടലിലോട്ട് പോയിരിക്കണം ഒഴുകി. ഞാനൊക്കെ സെമിനാരി പഠിക്കുമ്പോൾ മങ്ങനപ്പുഴ സെമിനാരിയുടെ കുന്നിൻ്റെ അതുപോലെ തന്നെ കർമ്മലഗിരി കുന്നിൻ്റെ മുകളിലൊക്കെ നിൽക്കുമ്പോൾ ഈ ജൂൺ മാസത്തെ ശവങ്ങൾ ഒഴുകിപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. കമന്ന് കിടപ്പോൾ വള്ളക്കാർ പുഴയിൽ കൂടി ചരലെടുക്കാനോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി കുത്തിപ്പോകുന്നവർ ആരും ശവത്തെ തൊടത്തില്ല. അവർ കൂവും. അപ്പോൾ കൂവുമ്പോൾ പിന്നെ എല്ലാവരും കണ്ടവർ കൂവും. അങ്ങനെ ഈ വാർത്ത പുറത്ത് കേട്ടിട്ട് ശവമാണെന്ന് മനസ്സിലായിട്ട് ആൾക്കാർ പോലീസ് അറിയിക്കും. പോലീസിൽ അറിയിക്കുമ്പോൾ ഈ സംഭവം കൊടുങ്ങല്ലൂരേക്ക് പോയി കാണും, ഒഴുകി പോയി കാണും. അപ്പം അങ്ങനെ ജീവിതം ചില സമയത്ത് പെട്ടുപോകും. ആരും കാണാതെ ശവമായി ഒഴുകി കടലിലോട്ട് പോകുന്ന ഒരവസ്ഥ. ഇങ്ങനെ വരുന്ന ജീവിതത്തിൻ്റെ പിടിവള്ളി ദൈവമാണ്. ഉടമ്പടിയുടെ റോൾ അതാണ്. ഒരു പിടിവള്ളിയുമില്ല. മനുഷ്യൻ്റെ പിടിവള്ളി എല്ലാം പോകുമ്പോൾ ഒരു പിടിവള്ളിയായിട്ട് പരിശുദ്ധ അമ്മ കൈ നീട്ടി തരും ഇങ്ങോട്ട്. ഇതാണ് എൻ്റെ പിടിവള്ളി. നീ ഒഴുകി കടലിലോട്ട് പോകണ്ട, ഞാൻ നിന്നെ തടഞ്ഞു നിർത്തും. ഇത് അമ്മ മാത്രം ചെയ്തിട്ടുള്ള കാര്യമല്ല, ദൈവത്തിൻ്റെ ഒരു നയപരിപാടിയുടെ ഭാഗമാണ്. ഒരു പിടിവള്ളിയും ഇല്ലാതിരിക്കുന്നവനെ ഒരു കൈ നീട്ടി കൊടുക്കുക. നമ്മൾ ഒരു ശവം ഇതുപോലെ ഒഴുകി ശ്മശാനത്തിലേക്ക് പോകുന്നത് കർത്താവ് കാണുന്നൊരു കാഴ്ച ബൈബിളിലുണ്ട്. അത് ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 7:11. അതിനുശേഷം അവൻ നായിൻ എന്ന പട്ടണത്തിലേക്ക് പോയി. ശിഷ്യന്മാരും വലിയൊരു ജനക്കൂട്ടവും അവനെ അനുഗമിച്ചു. അവൻ നഗര കവാടത്തിനടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ട് വരുന്നത് കണ്ടു. ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ. പ്രൈസ് ലോർഡ്. കുറേ ആൾക്കാർ നമ്മുടെ ജീവിതം എടുത്തുകൊണ്ട് പോണത് കണ്ട്. അത് നിസ്സാര കാര്യമല്ല. നമ്മൾ ചില സമയത്ത് മറ്റുള്ളവർ എടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥയിലായിപ്പോവും. നമ്മുടെ മെറിറ്റ് 0 ആയിപ്പോവും. അതാണ് ഉടമ്പടി അഡ്രസ്സ് ചെയ്യണത്.
മറ്റുള്ളവർ എടുത്തുകൊണ്ട്, ഇപ്പോൾ സാമ്പത്തികമായി ആരെങ്കിലും നമ്മൾ എടുത്തുകൊണ്ട് പോകാതെ നമ്മൾ രക്ഷപ്പെടത്തില്ല. ഇപ്പോൾ ഗവൺമെൻറ് ഓഫീസിലായാലും ശരി, ഇനി രോഗം നമ്മൾ മരുന്ന് കഴിക്കുന്നു, മരുന്ന് കഴിച്ചിട്ടും ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടറിൻ്റെ നിങ്ങളുടെ രക്തമൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴും ആ നേരത്തെ ഉണ്ട രോഗത്തിൻ്റെ ലക്ഷണങ്ങൾക്കൊന്നും മാറ്റമില്ല, അതുപോലെ ഇരിക്കുകയാണ്. അതുപോലെ ഇരിക്കുകയാണെങ്കിൽ ഡോക്ടർ രണ്ട് കാര്യം ചെയ്യും. ഒന്നെങ്കിൽ പറയും നിങ്ങളൊരു കൂടിയ ആശുപത്രിയിലോട്ട് പോകാൻ പറയും. ഇത് പറഞ്ഞില്ലെങ്കിൽ ഡോക്ടർ ഉടനെ പറയും ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തില്ല, നിങ്ങൾ ഡയറ്റ് കീപ്പ് ചെയ്തില്ല, അപ്പം നമ്മൾ പ്രതിയാവും. ഡോക്ടറിന് അതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ പ്രതിയാകും, അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വേറെ ആശുപത്രിക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. ഇനി ആശുപത്രിയോട് ഷിഫ്റ്റ് ചെയ്താലോ അവരും ചില സമയത്ത് നിസ്സഹായരായി നിൽക്കുന്ന കാണാം. അവിടെ കുഴപ്പം കൊണ്ടല്ല. ഇപ്പോൾ ഏഞ്ചലിൻ്റെ സാക്ഷ്യമൊക്കെ അതാണ് കാണിക്കുന്നത്. ഏഞ്ചൽ ചാലക്കുടിയിലെ ഒരു സാക്ഷ്യം ഇവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. അത് ഒരു വല്ലാത്ത സാക്ഷ്യമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഏഞ്ചൽ ട്രെയിനിൽ സഞ്ചരിക്കുകയാണ്. പെട്ടെന്ന് ആ ട്രെയിനിലിരുന്ന് സ്വാഭാവികമായിട്ട് ഉറങ്ങിപ്പോയി. അപ്പോൾ സ്ഥലം കഴിഞ്ഞത് അറിഞ്ഞില്ല. സ്ഥലം കഴിയുകയും പിന്നെ ട്രെയിൻ പതുക്കെ അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഏഞ്ചൽ ഒരു കോൺഫിഡൻസിൽ ചാടിക്കഴിഞ്ഞപ്പോൾ കാല് ഉതച്ചു പോയി. പിന്നെ ആശുപത്രിയിൽ കൊണ്ട് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് മൊത്തം നുറുങ്ങിയിരിക്കണമെന്ന് പറഞ്ഞ്. എന്നിട്ട് ഒരു ഫസ്റ്റ് ആദ്യത്തെ ഘട്ട ചികിത്സയൊക്കെ കഴിഞ്ഞു. കാല് ഓക്കെ ആയെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഏഞ്ചലിന് നടക്കാൻ പറ്റണില്ല. അപ്പോൾ വൈദ്യശാസ്ത്രം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ. കാല് ഓക്കെയാണ്, അത് സ്കാൻ ചെയ്ത് നോക്കി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ സുഖപ്പെട്ടു. പക്ഷേ വൈദ്യശാസ്ത്രം സുഖപ്പെട്ടെന്ന് പറഞ്ഞിട്ടും ഏഞ്ചലിന് നടക്കാൻ പറ്റണില്ല. പിന്നെ അവിടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വേറെ ഒരു മേൽത്തരം ആശുപത്രിയിലോട്ട് പോകും. മേൽത്തരം ആശുപത്രിയിലോട്ട് പോകുമ്പോൾ കഠോര വേദനയാണ്. ശരിക്കും നടക്കാൻ പറ്റാത്ത മാത്രമല്ല, ഉപ്പുകുറ്റിക്ക് നല്ല കടുത്ത വേദനയാണ്. ഇപ്പോൾ വേദന സഹിച്ച് ഇനി കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ ദിവസങ്ങൾ ആശുപത്രി താമസിച്ചിട്ടും അതിനൊരു മാറ്റമില്ല. വേദനയ്ക്കും നടക്കാൻ പറ്റണില്ല, കാല് കുത്താൻ പറ്റണില്ല. അമ്മ തന്നെ ഉടമ്പടി തൈലം കൊണ്ടുവന്ന് തേക്കുമ്പോൾ ഏഞ്ചൽ പറയാം അമ്മ തേച്ചിട്ട് പോയിക്കോ, തിരുമാൻ നിൽക്കണ്ടെന്ന് പറയും. കാരണം തിരുമിയ എൻ്റെ ജീവൻ പോകുമെന്ന് പറയും. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, തൈലം തേച്ചിട്ടൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉരച്ച ജീവൻ പോണ അത്രയും പിടച്ചിൽ വേദനയുള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ ഇവളുടെ പരീക്ഷയൊക്കെ വരണം. അപ്പോൾ എല്ലാം കൊണ്ടും ഇവൾ പെട്ടുപോയെന്ന് ഒക്കെ മനസ്സിലാകും. കുറച്ച് കഴിയുമ്പോൾ ഒരു ദിവസം തല ഇങ്ങനെ ചൂടായി മരച്ച് വരും. അപ്പോഴേ അവൾക്കിട്ട് കണ്ണീരിൽ നിന്ന് ഇങ്ങനെ ആശുപത്രി കിടന്ന് കൂടെ കണ്ണീരിങ്ങനെ വീഴും. എന്നിട്ട് അവൾ ചോദിക്കും, അമ്മേ ഞാനിങ്ങനെ ജീവിതകാലം മുഴുവൻ തളർവാദം പിടിച്ചു പോകുമെന്ന് ചോദിക്കും. ജീവിതകാലം മുഴുവൻ തളർവാദം പിടിച്ചു പോകുക, എന്നിട്ട് നീ എന്നെ സുഖപ്പെടുത്തിയിട്ട് ഞാൻ സാക്ഷ്യം പറയാം അല്ലേ? അപ്പോൾ അതായിരിക്കും ചിലപ്പോൾ ദൈവഹിതം അല്ലേ? അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ദൈവം ചിലപ്പോൾ എന്നെ ഒരു സുവിശേഷത്തിൻ്റെ ഉപകരണമാക്കിയിരിക്കും അല്ലേ? ഇങ്ങനെ കുറേ കാര്യങ്ങൾ അല്ലേ എന്ന് ഇവൾ അമ്മയോട് ചോദിക്കും. കാര്യം അവൾക്ക് നിൽക്കക്കള്ളിയില്ല, അവൾ പെട്ടുപോയെന്നൊക്കെ മനസ്സിലാക്കും. അപ്പോഴേ ഏഞ്ചലിൻ്റെ അമ്മ സാക്ഷ്യം കേൾപ്പിച്ചു കൊടുക്കും. നമുക്കറിയാലോ, ഇപ്പോൾ ആൾക്കാർ വചനം കേൾക്കുന്ന പോലെ തന്നെയാണ് വചനത്തിൻ്റെ വചനം ആക്ടിവേറ്റ് ആയിട്ടുള്ള, ഇപ്പം നമ്മൾ നെല്ലും ചോറും തമ്മിലുള്ള വ്യത്യാസമാണ് വചനവും സാക്ഷ്യവും തമ്മിലുള്ള വ്യത്യാസം. വചനം നെല്ലാണെങ്കിൽ അത് പുഴുങ്ങിക്കുത്തി ചോറായി എടുത്തതാണ് സാക്ഷ്യം. സാക്ഷ്യം പെട്ടെന്ന് മനസ്സിലാകും.
വചനത്തേക്കാൾ പെട്ടെന്ന് സാക്ഷ്യം മനസ്സിലാകും. അത് സാക്ഷ്യം ഇന്ന് ഒത്തിരി ആൾക്കാർ സാക്ഷ്യം ഉപയോഗിക്കുന്നുണ്ട്. ഭക്ഷണം പോലെ, ആധ്യാത്മികവും ഭൗതികവുമായ ഭക്ഷണം പോലെയാണ് ആൾക്കാർ സാക്ഷ്യം ഉപയോഗിക്കുന്നത്. കാര്യം സാക്ഷ്യം വരുമ്പോഴേ നമ്മൾക്കെന്ത് സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് എന്നാ പറ്റണത്, നമ്മൾ വിശ്വാസത്തിലിങ്ങനെ രൂപപ്പെട്ട് വളർന്നുകൊണ്ടിരിക്കും. നമ്മളൊരു വിശ്വാസം ഇങ്ങനെ സാക്ഷ്യം കേൾക്കുന്നതനുസരിച്ചിട്ട് വിശ്വാസം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. അത് ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വിശ്വാസം നമുക്ക് വലിയ ഫലം തരും. കാര്യം വിശ്വാസം നിസ്സാരമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിൽ വിശ്വാസം ജനിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ഉദ്ദേശമെന്ന് പൗലോസ് പറയുന്നുണ്ട്. ഇതുപോലെ സാക്ഷ്യത്തിൻ്റെ ഒരു ആധ്യാത്മിക രാസപ്രക്രിയയുടെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഫെയ്ത്താണ്. അതിൻ്റെ അകത്ത് സൊല്യൂഷൻ ഫെയ്ത്ത് ഇങ്ങനെ രൂപപ്പെട്ട് വരും. ഫെയ്ത്ത് രൂപപ്പെട്ട് വന്നാൽ ഒരു വിഷയം, ഒരു സബ്ജക്റ്റ്, അത് കടുത്ത സബ്ജക്റ്റ് ആണെങ്കിൽ അതിനെ അതിജീവിക്കേണ്ട ഒരു വിശ്വാസം വേണ്ടി വരും നമുക്ക്. അതുകൊണ്ടാണ് ഈ സാക്ഷ്യം നമ്മൾ കേൾക്കുന്നത്. ഇപ്പം തന്നെ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളുടെ യോഹന്നാൻ്റെ സുവിശേഷമില്ലേ, 5:6 ഒരു തലഭാര രോഗി കിടക്കണില്ലേ, ആ ഭാഗത്ത് വായിച്ചേ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 5-6 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് അവൻ വളരെ നാളായി പറഞ്ഞേ അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവിടുത്തെ ഒരു വിഷയം എന്ന് പറയണത് ദൈവം നമ്മളുടെയൊക്കെ ചോദിക്കണ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്താണ് ചോദിക്കണത്? ആഗ്രഹം മാത്രമേ ചോദിക്കത്തുള്ളൂ. കാര്യം തളർന്നു കിടന്ന മകനെ വേറെ എന്ത് ചോദിച്ചാലും കാര്യമില്ല, ആഗ്രഹം മാത്രം മതി. അവിടെ ഇപ്പം തളർന്നു കിടക്കല്ലേ അയാളുടെ വേറെ ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല. മറിച്ച് എന്താ ചോദിച്ചത്? അപ്പം ദൈവം നമ്മുടെയൊക്കെ ആവശ്യപ്പെടുന്നൊരു സംഭവം നമ്മളുടെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഡിമാൻഡ്സേ ഉള്ളൂ. അയാൾ അവിടെ കിടക്കുന്നത് വളരെ നാളായിട്ട് അവിടെ കിടക്കുന്നത് ഈശോ കണ്ടു. അപ്പോൾ ഈശോ കണ്ട വിഷയം എന്താണ്? നമ്മളുടെ ഈ വിഷയം ഭയങ്കര ഏജ് ഓൾഡായിട്ടുള്ള വിഷയമാണെന്നാണ് കണ്ടത്. അപ്പോൾ ദൈവം റെഫർ ചെയ്യുന്ന സബ്ജക്റ്റ് വൈസ് അത് കുറച്ച് സീനിയറായിട്ടുള്ള, കുറച്ച് ഏജ് ഓൾഡായിട്ടുള്ള വിഷയമാണ്. അപ്പം ഇപ്പം ചിലർ പറയും, ഞാൻ എന്തുമാത്രം പ്രാർത്ഥിച്ചു, എവിടെയെല്ലാം പോയി, ഏതെല്ലാം ദൈവങ്ങളെ വിളിച്ചു, എന്നിട്ട് ഞാനിപ്പോൾ വിളിയെല്ലാം നിർത്തിയെന്ന് പറയല്ലേ. വിഡ്ഢി, നീ അങ്ങനെ പറയരുത്. കാരണം നീയാണ് പറയണത് എവിടെയെല്ലാം പോയി. നീ പോയി കാണുമായിരിക്കും, പക്ഷേ വിളിക്കേണ്ട പോലെ നീ വിളിച്ചിട്ടില്ല. വിശ്വസിക്കേണ്ട പോലെ നീ വിശ്വസിച്ചിട്ടില്ല. കർത്താവ് എന്താ ചോദിച്ചത്? സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുവോ? അപ്പോഴും കർത്താവ് അയാൾ പറയും, ആഗ്രഹിച്ചിട്ട് എന്ത് കാര്യം, ആരുമില്ല സഹായിക്കാനെന്ന് പറയും. അത് ഭയങ്കര ഒരു ഹാർട്ട് ഫെൽറ്റായിട്ടുള്ള സംഭവമാണ്. എനിക്ക് ആഗ്രഹമുണ്ട്, രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടേ, ഗതി പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ആഗ്രഹിച്ചിട്ട് എന്താ കാര്യം? നോബഡി ടു ഹെൽപ്പ് മീ. ആരും എന്നെ സഹായിക്കാനില്ല. അതൊക്കെ നമ്മുടെ അവസ്ഥ തന്നെയല്ലേ, ജനലക്ഷങ്ങളുടെ അവസ്ഥ തന്നെയല്ലേ. ജനലക്ഷങ്ങളുടെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കുമെന്ന് യേശു അറിയാമല്ലോ. ആ ജനലക്ഷങ്ങളുടെ അവസ്ഥ ഇതാണെങ്കിൽ ആ അവസ്ഥകളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഈ തലവാര രോഗിയെ ഈശോ ഒരു നിമിത്തമാക്കുകയാണ്. കൈയടിച്ച് സ്തുതിക്കട്ടെ. അപ്പം ഈശോ അവനോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുവോ? അപ്പം ഇനി ആരും നമ്മളെ സഹായിക്കാനില്ല. നമ്മുടെ സങ്കടങ്ങൾക്ക് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. ചില ആൾക്കാർ പറയും 40 വർഷമായി ഞാൻ ഈ വഴിക്ക് വേണ്ടി അന്വേഷിക്കുകയായിരുന്നു, 13 വർഷമായി എനിക്ക് മക്കളില്ല.
അപ്പോൾ 13 വർഷമായി മക്കളില്ല, 40 വർഷമായി എനിക്ക് വീട്ടിലേക്ക് പോകാൻ വഴിയില്ല, എൻ്റെ പെൺമക്കളെ കെട്ടാൻ വേണ്ടി ആരും വരണില്ല, വഴിയില്ലാത്ത കാരണം ഞാനിനി ഒരിടത്ത് പോകാനാണ്. ഞാനതെല്ലാം മടുത്ത് നിർത്തി വീട്ടിലങ്ങനെ മരവിച്ച് ഇങ്ങനെ കെട്ടിരിക്കുകയാണ്. കപ്പയൊക്കെ പഴകി കഴിയുമ്പോൾ കപ്പ കെട്ടുപോകുകയില്ലേ, കെട്ട മനസ്സുമായിട്ട് മനുഷ്യനിരിക്കും. അപ്പം നിൻ്റെ ജീവിതം കെട്ട അവസ്ഥയാണോ, അതുപോലെ തന്നെ അതിങ്ങനെ മുനിഞ്ഞ് കത്തുകയാണോ, എണ്ണ കിട്ടാൻ വഴിയില്ലാത്ത അവസ്ഥയാണെങ്കിൽ നിൻ്റെ വഴികളിൽ കർത്താവ് വന്നിട്ട് നിന്നെ ആ നിമിഷം വരെ ആ നിമിഷം പോലും അങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും നിൻ്റെ ഒരു മെരിട്ടും നോക്കാതെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നിന്നെ രക്ഷിക്കാനുള്ള മനസ്സ് ദൈവത്തിനുണ്ടെന്നാണ് മനുഷ്യാവതാരത്തിൻ്റെ രഹസ്യം. സ്നേഹം നിങ്ങളിൽ വളരാൻ വേണ്ടിയാണ് ഞങ്ങൾ പാടുന്നത്. അപ്പോൾ നിങ്ങൾ ചേർന്ന് പാടണം. പാടി വരുമ്പോൾ നിങ്ങളിലും തന്നെ ദൈവസ്നേഹം രൂപപ്പെട്ട് വരും. ദൈവസ്നേഹമാണ് ആദ്യം രൂപപ്പെട്ട് വരികയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. കാര്യം ഇത് ഡീസലും പെട്രോളും തമ്മിൽ വ്യത്യാസമാണ്. ദൈവസ്നേഹവും വിശ്വാസവും തമ്മിൽ. വിശ്വാസം ഡീസലാണെങ്കിൽ ദൈവസ്നേഹം പെട്രോളാണ്. പെട്ടെന്ന് കത്തും. ഡീസൽ ഇത്തിരി സമയമെടുക്കും. നിങ്ങൾക്ക് ആദ്യം ദൈവസ്നേഹമാണ് വളർന്നു വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഷൂട്ടപ്പ് ചെയ്യണം, വിശ്വാസം ഷൂട്ടപ്പ് ചെയ്തോളൂ. നമ്മൾ വിശ്വാസത്തെയാണ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവസ്നേഹം ആ വിശ്വാസം ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞ് മാത്രമേ ദൈവസ്നേഹം വരത്തുള്ളൂ. ഇറ്റ് വിൽ ടേക്ക് ടൈം. അപ്പോൾ അതെന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ ദൈവസ്നേഹത്തെ ഫോക്കസ് ചെയ്യണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, നിന്റെ പീഡാനുഭവത്തെ പ്രതി, കുരിശ് മരണത്തെ പ്രതി ഞാൻ നിന്റെ നാമത്തെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്നിൽ ദൈവസ്നേഹത്തെ ദൈവസ്നേഹമെന്ന പുണ്യത്തെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികടെ ദൈവസ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഈശോയുടെ പ്രസന്റേഷൻ ഭയങ്കര അഭിഷേകം നിറഞ്ഞ കാര്യത്തിൽ ഈ മനുഷ്യൻ 38 വർഷമായി തറവാ രോഗിയായിട്ട് കിടപ്പിലാണ്. ചില ബൈസ്റ്റാൻഡറായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ പണ്ട് ഉണ്ടായി കാണും. അവിടെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാമല്ലോ. ഞാൻ എൻ്റെ മനസ്സിനെ പലപ്പോഴും പഠിപ്പിച്ചിരിക്കുന്നത് എനിക്ക് ആരുമില്ല എന്ന് തന്നെയാണ്. ആധ്യാത്മികതയുടെ ആദ്യ പാഠം അതാണ്, എനിക്ക് ആരുമില്ല എന്നുള്ളത്. ആധ്യാത്മികയുടെ ശത്രു എന്ന് പറയണത് എനിക്ക് എല്ലാവരും ഉണ്ടെന്നുള്ളതാണ്. ദൈവം കേൾക്കാൻ ആഗ്രഹിക്കുന്ന 0- സ്റ്റാറ്റസ് എന്ന് പറയണത് വെള്ളമിളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് ഇറക്കാൻ എനിക്ക് ആരുമില്ല. ഇത് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. മനുഷ്യന്മാരുടെ ഒരു കുഴപ്പം ഇത് അംഗീകരിച്ച് കൊടുക്കത്തില്ല. അതാണ് പ്രശ്നം. ഇത് ദൈവതിരുസന്നിധി അംഗീകരിക്കാൻ ഹീസ് നോട്ട് റെഡി, ഷീസ് നോട്ട് റെഡി. ഇത് കാര്യം അവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. Christian spirituality is an awareness that we are zero. എല്ലാവരും ഉണ്ട്, വാട്ടർ എവരിവെയർ, ബട്ട് നോ വാട്ടർ ടു ഡ്രിങ്ക്. എല്ലാവരും ഉണ്ട്, പക്ഷെ സമയത്ത് ഉപകരിക്കാൻ പറ്റിയ ആരുമില്ല. അത് ജീവിത പങ്കാളി പോലും അതിന് ഒരു പകരമാണെന്ന് കരുതരുത്. നിങ്ങളെ ഭാര്യയും ഭർത്താവിനും ദേവനാണ് ദേവിയാണെന്നൊക്കെ പറയുമ്പോഴേ എനിക്ക് നിങ്ങളെ പട്ടിക്കാടെ കൊണ്ട് എറിയാൻ തോന്നും. എന്താ കാര്യം? ഈ ദേവനിൽ നിന്ന് ദേവിൽ നിന്ന് നിങ്ങൾ ഇന്നലെ നാളെ പണിമെടുക്കുമെന്ന് എനിക്കറിയാം. കാര്യം ഇത് മനുഷ്യരാണ്. ആവശ്യമില്ലാത്ത ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ആവശ്യമില്ലാത്ത എന്തൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് മനുഷ്യരെ നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നത്. ചിലപ്പോൾ മക്കളെ ചുമന്ന ആൾക്കാർ പെടൽ കണ്ടിച്ച് വീഴും. ഭർത്താവിനെ ചുമന്നവരും ഭാര്യയെ ചുമന്നവരും ഒക്കെ കുറച്ച് കഴിയുമ്പോൾ പെടൽ കിഴക്കും, താഴെ വെക്കേണ്ടി വരും. നിങ്ങൾ മനുഷ്യന്മാരിൽ ആശ്രയിക്കരുതെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. രക്ഷ നൽകാൻ കഴിയാത്ത മനുഷ്യരിൽ അഭയം പ്രാപിക്കരുത്. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കും അച്ഛൻ പറഞ്ഞിട്ടുണ്ട്
ആരെയും ആശ്രയിക്കരുത്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ ആ സ്പേസിൽ ഒരു നിഴൽ പോലും വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. മറ്റുള്ളവരുടെ നിങ്ങൾക്ക് പലർക്കും വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്പേസിലാണ് നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാർ പലരും ഇരിക്കണത്. ഇത് വലിയൊരു കഷ്ടപ്പെട്ട പരിപാടിയാണ്. കാര്യം എന്താ പ്രശ്നം വെച്ചാൽ, ഇപ്പം നിങ്ങളുടെ ഭർത്താവിന് പനി വന്ന്, അപ്പം നിങ്ങൾ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുകയില്ലേ? തള്ളക്ക് പണ്ട് കുർബാനയ്ക്ക് പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ആളാണ്. ഇപ്പം അതും പറഞ്ഞ് ഭർത്താവിൻ്റെ പനിയും പറഞ്ഞ് വീട്ടിൽ നിൽക്കുകയാണ്. എന്താണ് അയാൾ അവിടെ കിടന്ന് ചോദിക്കുന്നത്? നിനക്ക് ഞാനാണോ വരുന്നത് കുർബാനയാണോ വരുന്നതെന്ന് ചോദിക്കും. ചോദിക്കുമ്പോൾ നമുക്ക് തോന്നും ഇട്ടച്ചും പോയാൽ പിന്നെ തിരിച്ച് വരുമ്പോൾ ഈ മനുഷ്യൻ വീട്ടിൽ കയറ്റില്ല എന്ത് ചെയ്യും എന്ന് വെച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിനെ മറന്നിട്ട് ഇയാളുടെ കൂടെ നിൽക്കും. നിൻ്റെ കാര്യത്തെ അപ്പം തീരുമാനമായി. ഈ ജന്മത്ത് നീ പ്രാർത്ഥിച്ചാലും ദൈവം പറയും ഓടരുതമ്മാവ ആളറിയാമെന്ന് പറയും. പിന്നെ ഇപ്പം കാണിക്കണതൊക്കെ കാര്യം കാണാൻ വേണ്ടിയുള്ള കട്ടായങ്ങളാണ്. ഇതൊന്നും സത്യസന്ധമായ ദൈവത്തിൽ വിശ്വാസമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ. ഇതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് പ്രലോഭനങ്ങളാണിത്, അത് ഉൾപ്പെടുത്താതിരിക്കാൻ പ്രാർത്ഥിക്കണം. കാര്യം നീ ദൈവത്തെ തക്ക സമയത്ത് കൈവിട്ട് കളയുന്ന ആളാണെന്ന് തോന്നിയാൽ ദൈവം എന്ത് ചെയ്തറിയാവോ? ഈ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് തരും. കാര്യം എന്താണ്? നിന്നെ കറക്റ്റായിട്ട് ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. നീ നാളെ യാതൊരുവിധ ക്ലെയിമും പറഞ്ഞുകൊണ്ട് വരരുത്. ദൈവത്തിൻ്റെ അതായത് പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത സംഭവം ക്ലെയിമാണ്. നമ്മുടെ സീറോ ക്ലെയിമിലേക്ക് എപ്പോഴും നമ്മൾ നിൽക്കുക. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളെ ഒരു ക്ലെയിം നിൻ്റെ ദൈവ തിരുസന്നിധി നീ ഉയർത്തിയിട്ട് അവകാശവാദം ഉന്നതിക്കാൻ പറ്റുന്ന രീതിയിൽ വരാതിരിക്കാൻ വേണ്ടി നിനക്ക് നിൻ്റെ യഥാർത്ഥ അവസ്ഥയെ കാണിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഈ പ്രണയക്കടികളിലൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രണയക്കണികൾ ഉള്ള ആൾക്കാർ വാട്സപ്പിലാണെങ്കിൽ അവനെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ എത്തണം. അതായത് നിങ്ങൾ അല്ലെങ്കിൽ അവൾ പറയുന്ന സ്ഥലത്ത് നിങ്ങളെത്തണം. ഈ പ്രണയക്കണിയെ വീഴുന്ന മുമ്പ് നിങ്ങൾ സ്വതന്ത്രമായിരുന്നു. ഇപ്പോഴെന്നാ പറ്റും? അവൻ നിങ്ങളുടെ വാട്സാപ്പിൽ ടണ്ട് ടിക്കോട്ടോ പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവൾ നിങ്ങൾ കണ്ടെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ നീ പറയണത് അല്ലെങ്കിൽ അവൻ പറയണത് നീ കേട്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തും. അത് കുർബാനയാണെങ്കിൽ ശരി, ഇറങ്ങി വരാൻ പറഞ്ഞാൽ നീ ഇറങ്ങി ചെല്ലേണ്ടി വരും. കാര്യം നീ അങ്ങനെ ഇറങ്ങി ചെല്ലണ വാലാട്ടി പട്ടിയാണെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് നീ പ്രണയക്കണി പെട്ടിരിക്കുന്നത്. അത് മറ്റൊരു പ്രലോഭനമാണ്. നീ ആരാണെന്ന് അറിയാൻ വേണ്ടി ദൈവം ചെയ്തിരിക്കുന്ന ഒരു സംവിധാനമായിട്ട് ചില സമയത്ത് വരും, ചില വിശ്വാസമായിട്ടും വരും. ഇത് പ്രലോഭനമെന്ന് പറയുന്നത് ഭയങ്കര സീരിയസ് വിഷയമാണ്. ഒന്നാമത്തെ നമ്മളിത് അറിയത്തില്ലെന്നുള്ളതാണ് രസം. നമ്മൾ ഇത് അറിയത്തില്ല എപ്രകാരം നമ്മുടെ ക്ലെയിം ഷോർട്ട് ചെയ്ത് അത് സീറോ മൈനസ് ആക്കി കളയാൻ വേണ്ടി, ക്ലെയിം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ദൈവ തിരുസന്നിധിയിൽ ക്ലെയിം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്കൊരു സിറ്റുവേഷൻ തരും പ്രലോഭനത്തിൻ്റെ. നമ്മൾ അതിൻ്റെ അകത്ത് ചെയ്യുന്ന കുടുങ്ങിക്കഴിയുമ്പോൾ പിന്നെ ദൈവത്തിൻ്റെ രണ്ടാം സ്ഥാനമായി പോകും. ഇതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നമുക്ക് ദൈവ തിരുസന്നിധി ക്ലെയിം പോകാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് പ്രലോഭനം എന്ന് പറഞ്ഞ സംഭവത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളെ ചുമ്മാ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്താൻ നിങ്ങളിങ്ങനെ അപ്പിളിപ്പിളി കളിച്ച് ആ പ്രാർത്ഥന കുളമാക്കി കളയും. പക്ഷേ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും കാതലായ ഒരു സംഭവമാണ് ഈശോ ട്രേസ് ചെയ്തത്. പ്രാർത്ഥിക്കുക, കർത്താവേ നിന്നെ മറന്ന് ജീവിക്കാൻ, നിന്റെ വചനങ്ങളെ അവഗണിച്ചുകൊണ്ട് ജീവിക്കാൻ എനിക്കിടവരുത്തരുതേ. അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നീ എന്നെ വിടുവിക്കണമേ, സംരക്ഷിക്കണമേ. എന്താ പ്രശ്നം എന്ന് അറിയാമോ? മറ്റു വസ്തുക്കൾ എന്ന് പറഞ്ഞ ഇതാണ്. ബൈബിൾ പറയും മറ്റു വസ്തുക്കൾ. വചനം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ എന്ത് പറ്റിയ നമുക്കിഷ്ടമുള്ളത് ചോദിക്കാം. കർത്താവ് അങ്ങനെയല്ലേ പറഞ്ഞത്? എൻ്റെ വചനം നിങ്ങളിൽ വചനം നിങ്ങളിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം, നിങ്ങൾക്കത് ലഭിക്കും. പക്ഷെ വചനം നിലനിൽക്കത്തില്ലല്ലോ, അതിലെ പ്രശ്നം. ഇപ്പൊ യോഹന്നാൻ 15:7 എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ
യോഹന്നാൻ 15:7. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് ലഭിക്കുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല. എന്താ കാര്യം? ചോദിക്കുന്നതിന് പ്രശ്നമില്ല. രണ്ട് കാര്യത്തിന് ഇഷ്യൂസ് അല്ലേ? രണ്ട് കാര്യത്തിന് ഇഷ്യൂസ് ഇല്ല. എന്താണ്? നമുക്ക് ലഭിക്കുന്നതിന് ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ എന്താണ്? നമുക്ക് ചോദിക്കാനും ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പം ചോദിക്കുകയും ചെയ്യാം, കിട്ടുകയും ചെയ്യും. പക്ഷെ ഒരു കണ്ടീഷനുണ്ട് അവിടെ. എന്താണ്? എൻ്റെ വചനം പറഞ്ഞേ, എൻ്റെ വചനം. യോഹന്നാൻ 15:7. യോഹന്നാൻ 15:7. എൻ്റെ വചനം. എൻ്റെ വചനം. ഇപ്പോൾ വചനമാണ് പ്രശ്നം. വീട്ടില്ലേ ഉടമ്പടി ഡീല് ചെയ്യണത് അവൻ പറയണത് പോലെ ചെയ്യുക എന്നുള്ള വചനത്തിലാണ്. അപ്പോഴെന്താ സംഭവിച്ചിരിക്കണത്? എൻ്റെ വചനം പറഞ്ഞ് എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുമെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അപ്പം ചോദിക്കുന്നതിനും ഇഷ്ടമുള്ള ചോദിക്കാം, ലഭിക്കുന്നതിനും ഒരു പരിധിയില്ല. പക്ഷെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്താണ്? വചനം നിങ്ങളിൽ നിലനിൽക്കണം. അതാണ് പ്രശ്നം. വചനം നിലനിൽക്കാത്തതിൻ്റെ കാരണം എന്താ? കുറേ കാര്യം. വചനം നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ആധ്യാത്മികമായിട്ട് തന്ത്രജ്ഞരാണെങ്കിലേ, സ്പിരിച്വൽ തിയോളജി, സ്പിരിച്വൽ സയൻസ് നിങ്ങൾക്കറിയാമെങ്കിൽ ഈ വചനം നിലനിൽക്കുന്നുണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. വചനം കിട്ടിയിട്ട് കാര്യമില്ല, വചനം നമ്മളിൽ നിലനിൽക്കണം. വചനം നിലനിൽക്കാത്തത് എന്തുകൊണ്ടാണെന്ന് നാം അറിയണം. അതിനെ മർക്കോസിൻ്റെ 4:18-19 വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മർക്കോസ് 4:18-19. മുൾച്ചെടികൾക്കിടയിൽ വിതയ്ക്കപ്പെട്ടതാണ്. മുൾച്ചെടികൾക്കിടയിൽ വിതയ്ക്കപ്പെട്ടത് മറ്റു ചിലരാണ്. അവർ വചനം ശ്രവിക്കുന്നു. എന്നാൽ ലൗകിക വ്യഗ്രതയും എന്താണ് ലൗകിക വ്യഗ്രത? ധനത്തിന്റെ ആകർഷണവും മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു. ഈ മൂന്ന്, അതായത് മർക്കോസിന്റെ 4:18-19 മൂന്ന് വചനം നിൽക്കാതിരിക്കാനുള്ള മൂന്ന് ഘടകങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണത്? ഒന്നെന്താണ്? ലൗകിക വ്യഗ്രത, ലൗകിക കാര്യങ്ങൾക്കുള്ള വ്യഗ്രത. അപ്പോൾ ഈ വ്യഗ്രത എന്ന് പറയുമ്പോൾ വ്യഗ്രതയ്ക്കുള്ള പ്രശ്നം എന്താ അറിയാമോ? ഇതിങ്ങനെ അടിച്ച് തലയിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ സാധനം ഇറങ്ങത്തില്ല. ഇപ്പം നിങ്ങൾ ഇംഗ്ലണ്ട് UK പോകണം, അവിടെ തന്നെ ജോലിയുള്ള ആളെ കല്യാണം കഴിക്കണം, അവിടെ തന്നെ പ്രസവിച്ചൊരു കുഞ്ഞിനെ അവിടെ തന്നെ പൗരത്വം മേടിക്കണം. ആ വ്യഗ്രത തലയിൽ കയറിയാൽ ഈ സാധനം ഇറങ്ങത്തില്ല. പിന്നെ എത്ര നല്ല PSC എന്ന് ഉദ്യോഗം പിടിച്ച കേരളത്തിലുള്ള ആളെ കിട്ടിയാൽ നിങ്ങൾ കെട്ടത്തില്ല. കാര്യം നിങ്ങളുടെ തലയിൽ ഈ സാധനം അടിച്ച് കയറിപ്പോയി. ഇതാണ് ലൗകിക വ്യഗ്രത എന്ന് പറയണത്. ഇപ്പം നിങ്ങളെന്താ വിചാരിക്കണം? UK പോകണം, അന്നേരം അവിടെ നിന്ന് തന്നെ 2 കൊല്ലം കഴിയുമ്പോൾ അവിടെ നിന്ന് തന്നെ കല്യാണം കഴിക്കണം, അവിടെ തന്നെ ജോലിയുള്ള കല്യാണം കഴിക്കണം, അവിടെ തന്നെ പ്രസവിക്കണം, കുഞ്ഞിന് അവിടെ തന്നെ പൗരത്വം മേടിക്കണം. അപ്പോൾ ഇത്രയും നിങ്ങൾ ചിന്തിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ദൈവഹിതത്തിന് യാതൊരുവിധ പ്രസക്തിയുമില്ല. പിന്നെ നിങ്ങൾ ദൈവത്തെ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് ഉയർത്തതിനരുതും നിന്നെ UK വിട്ട് പ്രസവിപ്പിക്കാൻ വേണ്ടിയാണെന്ന് തോന്നിപ്പോകും. പിടിയിട്ടില്ലേ സംഗതി? പണി പാളിച്ച കണ്ടില്ലേ? ഓരോ ആൾക്കാരും ദൈവത്തിലേക്ക് വരുമ്പോൾ വി കം വിത്ത് എ ഫ്രീ ഹാൻഡ്. നിങ്ങൾ ദൈവത്തിലേക്ക് വരുമ്പോൾ യു കം വിത്ത് എ ഫ്രീ ഹാൻഡ് ആൻഡ് ഫ്രീ ഹാർട്ട്. എന്താ കാരണം? കർത്താവ് തിരുമനസ്സാണെങ്കിൽ, യാക്കോബിൽ അങ്ങനെ പറയുന്നുണ്ട്, കർത്താവ് തിരുമനസ്സാണെങ്കിൽ നാളെ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോകും, ഇന്ന വ്യാപാരം ചെയ്യും. ഹല്ലേലൂയ ഹല്ലേലൂയ. 4:15. യാക്കോബ് 4:15.
നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. പറഞ്ഞ നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോഴേ എല്ലാത്തിൻ്റെയും കൂടെ ഇഫ് ഗോഡ് വിൽസ് എന്ന് ചേർക്കണം. മനസ്സിലായില്ലേ? എല്ലാത്തിൻ്റെയും കൂടെ, നിങ്ങൾ എല്ലാ നിയോഗങ്ങളുടെ കൂടെ ചേർക്കേണ്ട ചേരുവകയാണ് എന്താണ്? ദൈവം മനസ്സാകുന്നെങ്കിൽ. പലർക്കും ഉടമ്പടി എടുത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ, കഴിഞ്ഞ ദിവസം ഒരു ഏഞ്ചൽ തന്നെ, ഏഞ്ചലിൻ്റെ സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ. ഏഞ്ചൽ ഈ സാക്ഷ്യം കേട്ടുകൊണ്ട് കിടക്കുകയായിരുന്നു. വേദന അവളെ കുത്തി വേദനിപ്പിച്ച് കിളച്ച് മറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേദനയെങ്കിലും ഒന്ന് കുറയാൻ വേണ്ടി ഏഞ്ചൽ മാതാവിനോട് പറയും, അമ്മേ എത്ര പേർക്ക് സ്വപ്നം കാണുന്ന അമ്മ, എത്ര പേര് അമ്മയെ സ്വപ്നം കാണുന്നു. ഉടമ്പടിയുടെ ഏറ്റവും വലിയ, നമ്മളിപ്പോൾ ഈ കാലം ഉടമ്പടി ഇങ്ങനെ മൂത്ത് റൈപ്പായി വന്നൊരു കാലഘട്ടമാണിത്. അപ്പോൾ അമ്മ നേരിട്ട് വരികയും സംസാരിക്കുകയും സ്വപ്നം കാണുകയും വഴി പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു പ്രാർത്ഥനാ രൂപത്തിൽ ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അതായത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കേൾക്കണത്. അപ്പോൾ ഏഞ്ചൽ അമ്മയോട് പറയും, അമ്മേ എനിക്ക് ആരുമില്ല, എൻ്റെ അവസ്ഥ കണ്ടില്ലേ, ഞാൻ ജീവിക്കുമോ, എനിക്ക് പരീക്ഷ എനിക്കൊരു ജീവിതം ഉണ്ടോ എന്നൊക്കെ അമ്മയോട് കിടന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കും. അപ്പോൾ എത്ര പേർക്ക് അമ്മ സ്വപ്നത്തിൽ രക്ഷപ്പെടാമെന്ന്. എനിക്കൊരു അടയാളം തരാൻ പറയും, എനിക്ക് ജീവിക്കണ്ടേ ചോദിക്കും. കാര്യം എൻ്റെ കാലം എന്നെങ്ങുന്നില്ല, ശരീരം മരവിച്ചു എന്നു. അന്ന് രാത്രിയാകുമ്പോൾ ഒരു 3 മണിയാകും. 3 മണിയാകുമ്പോൾ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയ ഒരു സ്ത്രീ വരും. എന്നിട്ട് ഇവളുടെ കയ്യെ കയറി പിടിക്കും, എഴുന്നേക്കാൻ പറയും. എഴുന്നേക്കാൻ പറയുമ്പോൾ അവൾ പറയും, എനിക്ക് എഴുന്നേക്കാൻ പാടില്ലെന്ന് പറയും. എനിക്ക് എഴുന്നേക്കാൻ പാടില്ല, പറ്റത്തില്ല, ഭയങ്കര വേദനയാണ്. ഉടനെ ഇവള്, ഞാനല്ലേ പറയണത്, മറ്റുള്ളവരുടെ മുമ്പിൽ, യുവാക്കന്മാരുടെ മുമ്പിൽ, യുവതികളുടെ മുമ്പിൽ നിന്നെ ഞാൻ സാക്ഷിയാക്കും, നീ എഴുന്നേക്കാൻ പറയും. ഉടനെ ഇവൾ എഴുന്നേക്കും. എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും. എത്രയോ ദിവസങ്ങളായ പാവം എഴുന്നേറ്റിട്ട്. അവളിങ്ങനെ എഴുന്നേറ്റ് രാത്രി ഇങ്ങനെ പയ്യെ ഇങ്ങനെ അവൾ പറയുന്നുണ്ട് അതിൻ്റെ അകത്ത്, അതായത് ഞാനിങ്ങനെ സോഡിയം കുറഞ്ഞു പോയ ആൾക്കാരെ പോലെ ഇങ്ങനെ പാറ്റി പോകണം കണ്ടപ്പോൾ എൻ്റെ അമ്മ താഴെ കിടന്ന് ഉറങ്ങുകയായിരുന്നു. എൻ്റെ അമ്മ ചാടി എഴുന്നിട്ട് എൻ്റെ വേറെ ഏഞ്ചൽ എവിടെ പോണ് എന്ന് പറഞ്ഞുകൊണ്ട് കയറി കയ്യെ പിടിക്കും. അപ്പോൾ ഏഞ്ചൽ പറയും, അമ്മ എൻ്റെ കയ്യെ പിടിച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മയാണ്, എന്നോട് നടക്കാൻ വേണ്ടിയിട്ട് അമ്മ എൻ്റെ കൂടെ നടക്കുകയാണ്. ഉടനെ പറയും, എൻ്റെ പെറ്റമ്മയും പരിശുദ്ധ അമ്മയും എൻ്റെ ഇടവും വലവും പിടിച്ചുകൊണ്ട് എന്നെ ആശുപത്രിയിൽ നടത്തി തിരിച്ചു കൊണ്ടുവന്ന് കിടത്തി. പിറ്റേ ദിവസം ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു, ഞാൻ പോകുന്നു, ഞാൻ സുഖപ്പെട്ടു. രാത്രി ഞാൻ എല്ലാവരെയും വിളിച്ച് പറഞ്ഞു, അമ്മ വന്നിട്ടുണ്ടായിരുന്നു, എന്നെ കണ്ടു, എന്നെ കൈപിടിച്ചു, എന്നെ കൈപിടിച്ച് നടത്തിയെന്ന്. ശ്രുതികട ഹല്ലേലൂയ. ഇതാണ് യോഹന്നാൻ 15:7. എന്താണ് യോഹന്നാൻ 15:7 എന്താണ്? എൻ്റെ വചനം എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം. അപ്പം ഇഷ്ടമുള്ളത് ചോദിക്കാമെന്നുള്ളത് നമുക്കറിയാം. ഉടമ്പടി എടുത്തപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു ദിവസം 10 സാക്ഷ്യമാണ് ഇപ്പോൾ അപ്പ് ചെയ്യണത്. 10-20 സാക്ഷ്യങ്ങൾ, 25 സാക്ഷ്യങ്ങളിൽ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ 10 അപ്പ് ചെയ്യും. അപ്പോൾ 10 അപ്പ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഓൾ സബ്ജക്റ്റ് ഡീൽ ചെയ്യുന്നുണ്ട്. കടം, ജോലി, ജപ്തി, മക്കളില്ലാത്തവർ, വീടില്ലാത്തവർ, വീട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ യേശുവേ ആരാധന. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങൾക്ക് ആവശ്യമായ അഭിഷേകം ആൻസി കുമ്പളങ്ങിയ. അപ്പം ആൻസി കുമ്പളങ്ങിയുടെ സാക്ഷ്യത്തിൻ്റെ സ്റ്റോറി നിങ്ങൾ മനസ്സിലാക്കണേ. ആൻസി കുമ്പളങ്ങി എന്ന് നമ്മുടെ നാട്ടുകാരിയാണ്. അവർ കല്യാണം കഴിച്ച് വിട്ട ആളാണ്. പക്ഷേ അവളെ കല്യാണം കഴിച്ച് വിട്ടതിന് ശേഷം അവളുടെ വീട്ടിൽ അപ്പനുണ്ട്, അമ്മയുണ്ട്, ആങ്ങളയുണ്ട്. ആങ്ങള കല്യാണം കഴിച്ചതാണ്. അപ്പം 4 പേരുണ്ട്. പക്ഷേ എന്നാ പറ്റിയ വെച്ചാൽ ആങ്ങള മദ്യപാനം തുടങ്ങി. അപ്പോഴത് രാത്രിയും പകലും കുടിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ എന്താ,
കുടി വന്നു കഴിഞ്ഞാൽ വെളിവ് ഉണ്ടാകത്തില്ലല്ലോ. ജീവിതത്തെക്കുറിച്ച് വെളിവില്ല, വരുമാനമില്ല, ജീവിക്കാൻ മാർഗമില്ല. ഭാര്യ വഴക്കിട്ട് പോയി. എവിടെയാണെന്ന് ആർക്കും അറിയാൻ പാടില്ല. ആ രീതിയിൽ പോയി കളഞ്ഞ്. പിന്നെ എന്നാ സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത ദുരന്തം. അപ്പോൾ ഒരാൾ കുടുംബത്തിൽ നിന്ന് തകർന്നാൽ മൊത്തം തകരുവേ. അടുത്ത ദുരന്തം എന്താ? അടുത്ത ദുരന്തം വീടിന് ജപ്തിയായി. അപ്പോൾ വരുമാനം ഇല്ലാതെ കടമയുടെ ജീവിച്ചു കഴിഞ്ഞാൽ വീട് പിന്നെ പണയം വെക്കുക, ജപ്തിയായി കഴിഞ്ഞപ്പോൾ അപ്പനും അമ്മയും രോഗിയാണ്, വീട് ജപ്തിയുമാണ്. ആങ്ങള വെള്ളമടിച്ച് നാട്ടിൽ കറങ്ങി നടക്കണം. ഇപ്പം ആങ്ങളെയും കാണാനില്ല. അപ്പം ജീവിതം പോണ പോക്ക് കണ്ടില്ലേ? അങ്ങ് ജീവിതം മുങ്ങിപ്പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവൾ ഈ ആൻസി വന്ന് ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഈ ആങ്ങള മദ്യപാനം ഉപേക്ഷിക്കണം. അമ്മയ്ക്ക് മാനസിക രോഗമായിരുന്നു. ആങ്ങളെ മദ്യപാനം ചെയ്ത് വീട് വിട്ട് ഇറങ്ങി. ആങ്ങളുടെ ജീവിതം തീർന്നപ്പോൾ അതിൻ്റെ വ്യസനം തലക്കടിച്ചിട്ട് അമ്മ ആൻസി പറയണത്, ഞാൻ വീട്ടിൽ ചെന്നിട്ട് പോലും അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ല. ഇരുട്ടത്ത് കുത്തിയിരിക്കണ കണ്ട് അമ്മയ്ക്ക് എന്നെ നിങ്ങളൊന്ന് നോക്കി ആ കുടുംബത്തിൻ്റെ അവസ്ഥ കണ്ട. മകൾ കയറി ചെന്നിട്ട് അമ്മയ്ക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ എന്തൊരു മാനസികാവസ്ഥ ഇരിക്കും. അതിനിടക്കാണ് വീടിന് ജപ്തി വരണത്. പിന്നെ ജപ്തി എന്ന് വെച്ചാൽ അവർ ഈ ആൻസി തന്നെ ഭർത്താവുമായിട്ട് ആലോചിച്ച്, ഭർത്താവ് നല്ല ഭർത്താവാണെന്ന് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞ് നമുക്ക് കടമൊക്കെ മേടിച്ചാലും വീട് വിട്ട് അവർ ഇറങ്ങിപ്പോയാൽ ശരിയാകത്തില്ലല്ലോ. അപ്പോൾ വീട് വിട്ടു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് കടം മേടിച്ചാലും ജപ്തി പരിഹരിക്കാം. കാര്യം അവർ രണ്ടുപേരും ദിവസകൂലി പണിക്കാരാണ്, അല്ല വലിയ പണക്കാരല്ല, ദിവസകൂലിയായിട്ട് കിട്ടിയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അവർക്ക് മനസ്സുള്ളത് കാരണം അപ്പനും അമ്മയും അവിടെ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് പോകാതിരിക്കാൻ വേണ്ടി അവർ കടം മേടിച്ച് ജപ്തി ഒഴിവാക്കി കൊടുത്ത്. പക്ഷേ ജപ്തി ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉണ്ട് അടുത്ത കുരിശു തന്നെ. എന്നാ കുരിശു വന്നത്? ഭയങ്കര പ്രളയം വന്ന് മഴ പെയ്ത് ഭയങ്കര പ്രളയമായി. വീട് ഒടിഞ്ഞു പോയി. വീട് പഴയ വീടായിരുന്നു, അത് ഒടിഞ്ഞു പോയിട്ട്, അത് ഇടിഞ്ഞു പോയിട്ട് അപ്പനും അമ്മയും അകത്തായിപ്പോയി. പിന്നെ മരിച്ചില്ല. ഇവർ രണ്ടുപേരും കൂടി ചെന്ന് അപ്പനും അമ്മയും പുറത്താക്കിയിട്ട് പോയി ഒരു വാടക വീട് കണ്ടുപിടിച്ച് അപ്പനും അമ്മേനെയും വീട്ടിലോട്ട് മാറ്റി. അപ്പോൾ ഈ ഉടമ്പടി എന്നിട്ട് ഈ ഉടമ്പടി ഇപ്പം നോക്കിയാൽ ഉടമ്പടിയിലൂടെ പോകുമ്പോഴാണ് വീടൊക്കെ ഒടിഞ്ഞ് വീഴണം നോക്കണം. പക്ഷേ ഇവർ പരാജയപ്പെടാൻ തയ്യാറല്ല. അവരെ പ്രത്യക്ഷീണ പ്രാർത്ഥനയും ചൊല്ലി അതിൻ്റെ ഇടയ്ക്കുള്ള ഉടമ്പടിയുടെ നിങ്ങളിപ്പോൾ ഈശോ എന്നാ പറഞ്ഞത്? എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുമെങ്കിൽ. അപ്പോൾ വചനം നിലനിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണത്. അത് ഓർത്തേക്കണം. നിങ്ങൾക്ക് വേറെ പണിയില്ലെന്നൊക്കെ ആൾക്കാർ ചോദിക്കും. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വചനം നിലനിൽക്കണം. എന്താണ് ഒരു വചനം? നിങ്ങൾ ലോകം മുഴുവനും പോവുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അപ്പോൾ പ്രസംഗിക്കാൻ നമുക്ക് ചാതുര്യമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ കൃപാസനം പത്രം മേടിച്ച് കൊടുക്കണത്. അപ്പോൾ വചനം നിവർത്തിയാക്കുകയാണ്. എന്താ കാര്യം? നമ്മൾ വചനത്തിൽ നിലനിന്ന് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ചോദിക്കാമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എപ്പോഴും നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ ഓർക്കണം, ഈ ഉടമ്പടിയുടെ മെയിൻ സംഭവം പ്രേക്ഷിത പ്രവർത്തനമാണ്. അല്ലാതെ പ്രത്യക്ഷ പ്രാർത്ഥന മാത്രമല്ല, പ്രേക്ഷിത പ്രവർത്തനമാണ് ഇതിൻ്റെ സംഭവം. അതിൻ്റെ ഇവാഞ്ചലേഷൻ പ്രവർത്തനം, അതായത് ക്രിസ്തു ക്രൂശിക്കപ്പെട്ട സാഹചര്യം, അത് ലോകത്തിന് പാപത്തിന് പരിഹാരമായിട്ടാണ്. അപ്പോൾ മനുഷ്യൻ്റെ പാപങ്ങൾ മോചിക്കപ്പെടുന്നെങ്കിൽ സുവിശേഷത്തിൽ അവൻ വിശ്വസിക്കണം. അപ്പോൾ സുവിശേഷത്തിൽ വിശ്വസിക്കണമെങ്കിൽ അവൻ യേശുക്രിസ്തു നാമത്തെ അനുതാപപ്പെടണം. അപ്പോൾ അനുതാപമാണ് പ്രഘോഷിക്കപ്പെടേണ്ടത്. അത് ഭൂമിയുടെ അതിർത്തി വരെ അനുതാപം പ്രഘോഷിക്കപ്പെടാൻ വേണ്ടിയാണ് സുവിശേഷം പ്രഘോഷിക്കുന്നത്. സുവിശേഷത്തെ വിശ്വസിക്കാനാണ്. സുവിശേഷം വിശ്വസിക്കണത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ചവർ രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയുടെ വചനം, അങ്ങയുടെ നാമം ലോകത്തിന് കൈമാറിക്കൊണ്ട് അവരുടെ പാപക്കറകളിൽ നിന്ന് യേശു നാമത്തിലെ അവർ അനുദപിച്ചുകൊണ്ട് യേശു നേടിയെടുത്ത നിത്യജീവനിലേക്ക് കൃപകളിലേക്ക് മനുഷ്യരാശിയെ സ്വീകരിക്കുന്നതിനായി സുവിശേഷത്തിന്റെ ഉപകരണമാക്കി എന്നെ അഭിഷേകം ചെയ്യണമേ.
യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ആരാധന. ഇത് ഈ സുവിശേഷം കൈമാറ്റപ്പെടണം, വചനം ആൾക്കാർ വിശ്വസിക്കണം, വിശ്വസിച്ച് യേശുനാമത്തിൽ പാപക്ഷമ സ്വീകരിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമാണത്, നമ്മുടെ ആഗ്രഹമല്ലത്. ഈ ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവം ഏറ്റവും കൂടുതൽ വേദനിക്കുകയും വ്യഗ്രത കൊള്ളുകയും വിഷമിക്കുകയും ചെയ്യുന്നൊരു വിഷയമാണ് ലോകം ഈശോയെ സ്വീകരിക്കുക എന്നുള്ളത്. ആ ദൈവത്തിൻ്റെ ഒരു വിഷമം ആർക്കാണ് വിഷമമായി തീരണത്? അവരാണ് ദൈവത്തിൻ്റെ വേലക്കാരായിട്ട് മാറണത്. അത് ആർക്കും ആകാം. നിങ്ങളീ പത്രം കൊടുക്കുമ്പോഴേ, ഇപ്പോൾ ആൾക്കാരൊക്കെ പത്രം കൊടുക്കുമ്പോൾ എന്താ ചെയ്യണമെന്നറിയാവോ? ഞാൻ ഇന്ന് വെളുപ്പിന് ഒരു സാക്ഷ്യം വായിച്ചു. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ യേശുവേ ആരാധന. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അഭിഷേകത്താൽ നിറയ്ക്കണമേ ഈശോയെ. കൈമാറുവാനായിട്ടുള്ള അഭിഷേകം ഞങ്ങളിൽ യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ആ സാക്ഷ്യത്തിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു ചേച്ചിയാണ്, ഇടുക്കിയിലൊരു ചേച്ചിയാണ്, പേര് ഞാൻ മറന്നുപോയി. അവരുടെ ഇന്നലെ മറ്റേ പറഞ്ഞ സാക്ഷ്യമാണത്. അവരുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, അവർ ഏലത്തോട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരു മോൾ അവിടെ ഈ സാക്ഷ്യം ഇങ്ങനെ മൊബൈലിൽ തുറന്ന് വെച്ചുകൊണ്ട് വരും. നമ്മുടെ സ്ഥിരം പരിപാടിയാണ് സാക്ഷ്യം കേട്ടുകൊണ്ട് നടക്കുക. ഈ മനുഷ്യന്മാരൊക്കെ മാറിപ്പോയി. ഇപ്പോൾ അവളതിന് ഏലത്തോട്ടത്തിൽ പണി ചെയ്യാൻ വരുമ്പോൾ ഈ സാക്ഷ്യം ഓപ്പൺ ചെയ്ത് വെക്കും. അപ്പോൾ ഏലത്തോട്ടത്തിൽ പണി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇവളോട് ചോദിക്കും, മകളെ ഇത് എവിടെ നിന്നാണ്, ഏത് മാതാവാണ് എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും ആലപ്പുഴ മാതാവാണ്. അത് അവൾക്കറിയാവുന്ന ഭാഷ പറയും. പക്ഷേ ജനങ്ങളിത് വിശ്വസിക്കും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇവളുടെ ശരീരത്ത് മുഴുവൻ വെള്ളപ്പാണ്ടായിരുന്നു. ഇവളുടെ ശരീരം മുഴുവൻ വെള്ളപ്പാണ്ടായിരുന്നു, വേദനയുള്ള വെള്ളപ്പാണ്ടുകൾ. ഇവളുടെ ജീവിതത്തെ പെങ്കൊച്ചല്ലേ, അപ്പം അവളുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു മരണകരമായ വേദന അനുഭവിക്കുന്ന വിഷയമാണിത്. ഇവൾ ഇങ്ങനെ ഒരു പത്രം കിട്ടി കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് അമ്മയെ നേരിട്ട് കണ്ട്, കാശുണ്ടായിട്ട് വന്നതല്ലേ, അവിടെ നിന്നൊക്കെ വരണമെങ്കിൽ വലിയ പാടാ. അമ്മയെ കണ്ടിട്ട് പറഞ്ഞു, അമ്മേ എൻ്റെ വെള്ളപ്പാണ്ട് മാറ്റണം, വേറെ ഒന്നും എൻ്റെ ജീവിതത്തിൽ കിട്ടിയില്ലേ കുഴപ്പമില്ല, കരിക്ക് മുന്നോട്ട് പോകാൻ പറ്റണില്ല. അപ്പോൾ അവൾ ഉടമ്പടി എടുത്ത് ഉപ്പും ഉടമ്പടി തൈലം കൂടി തേച്ച് ഇവിടെ വെള്ളപ്പാങ്ങണ്ട് സെക്കൻഡുകൾക്ക് മായാൻ തുടങ്ങി. അപ്പോൾ എന്നാ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇത് മറ്റുള്ളവർ കണ്ട്, ഏലത്തോട്ടത്തിൽ പണിയെടുക്കണ വേറെ ആൾക്കാർ ഇത് കണ്ട്, അപ്പോൾ പിന്നെ അവർ സാക്ഷ്യം കേൾക്കാൻ തുടങ്ങി. എങ്ങനെയാണ് ഈ സുവിശേഷം പ്രചരിക്കുന്നത്? അപ്പോൾ ഒരു മകളിലൂടെ, ഇപ്പം നിങ്ങൾ നോക്കിയ എന്നിട്ട് വേറെ ഒരു ചേച്ചി ഇത് കേട്ടിട്ട് പറഞ്ഞ്, അമ്മേ, അപ്പം അവളുടെ വീട്ടിൽ കുറേ പ്രശ്നം. കാര്യം അത് മകൾക്ക് ജർമ്മനി പോകണം, പക്ഷെ അവൾ പഠിച്ചിട്ടും തലയിൽ കയറണില്ല, പോകാനുള്ള പരീക്ഷയ്ക്ക് തോറ്റും പോണ പോലെ അവൾക്ക് ആത്മവിശ്വാസമില്ല. അപ്പോൾ ഈ സാക്ഷ്യം കേട്ടിട്ട് ചേച്ചി പറഞ്ഞ്, ഞാനൊരിക്കൽ അമ്മയെ പോയി കാണും. അപ്പോൾ ആൾക്കാരൊക്കെ ഇപ്പോൾ പറയണത് അമ്മയെ പോയി കാണും എന്നൊക്കെയാണ് പറയണത്. കാര്യം ഇന്ന് വെളുപ്പിന് വേറെ ഒരു സാക്ഷ്യം കേട്ട്. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസലാണ്. അത് രമ്യ കൃഷ്ണനാണ്. രമ്യ കൃഷ്ണൻ്റെ സാക്ഷ്യം എന്ന് പറയണത്, രമ്യ കൃഷ്ണൻ പ്രഗ്നൻ്റാണ്. പക്ഷെ അവളുടെ മകൾക്ക്, മൂത്ത മകൾ 3.5 വയസ്സുള്ള കുഞ്ഞുണ്ട്, അവൾക്ക് ഹാർട്ടിൻ്റെ അസുഖമായിട്ട് അവളെ ഈ ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുപോയി. RCC ക്യാൻസറായിട്ട് RCC കൊണ്ടുപോയി. അപ്പോൾ കുഞ്ഞ് ഒറ്റക്ക് പോയത് കാരണം ഈ ഗർഭിണിയായി ഇവൾക്ക് പോകാൻ പറ്റണില്ല. ഒന്ന് നോക്കിയാൽ ഓരോ മനുഷ്യന്മാർ വിഷമിക്കണ വിഷമം കണ്ടില്ലേ. അവൾ ഗർഭിണിയായത് കാരണം 4-5 മാസം പറ്റിയാണ്. അവിടെ ഈ സങ്കടപ്പെട്ട് കുഞ്ഞിൻ്റെ കൂടെ പോകാൻ പറ്റാത്തതുകൊണ്ട് അവൾക്കാണെങ്കിൽ കുഞ്ഞിനാണെങ്കിൽ ഗുരുതരമായ അസുഖമാണ്, ചിലപ്പോൾ തിരിച്ച് കുഞ്ഞ് വരത്തില്ല. അത് ഈ അമ്മയ്ക്കറിയാം, ചങ്കക്കൊണ്ട വിഷയമാണിത്. അപ്പോൾ ഈ കുഞ്ഞ് പോകണമെന്ന് നോക്കി കണ്ണീരോടെ കൈയും കാണിച്ചോടെ നിൽക്കുകയാണ്. അപ്പോൾ അവൾ പോയി അവിടെ അഡ്മിറ്റായി, അവൾ ഐ സിയിലാക്കി. ഒരു ദിവസം അവളുടെ അസുഖം പെരുത്ത്, പിന്നെ ഗർഭം ആയിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ല, കുഞ്ഞിനെ കാണേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അവൾ പെടസല്ലേ എറണാകുളത്ത് നിന്നിട്ട് അവിടെ ഇതിലേ പോയപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് നേരെ വന്ന് അമ്മയെ കണ്ട്, എന്നിട്ട് പൊട്ടിക്കരഞ്ഞ്, എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് ഞാൻ പോവുകയാണ്, ഞാൻ പോയിട്ട് എന്ത് കാര്യം,
നീ വരാതെ നീയും കൂടി വരണേന്ന് പറഞ്ഞുകൊണ്ട് പോയി. എൻ്റെ ദൈവമേ, ആ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം. പിന്നെ അമ്മ ഇവളുടെ കൂടെ പോകും. ഇവിടെ ആ കുഞ്ഞിനെ വീണ്ടെടുക്കേണ്ട സംഭവമുണ്ട്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. അതായത് എന്താ വെച്ചാൽ ഇപ്പം ആൾക്കാരൊക്കെ സംസാരിക്കണത് നേരിട്ട് സംസാരിക്കുക, നമ്മൾ ഈ മനുഷ്യന്മാരെ പോലെ നമ്മളുടെ കൂടെ വരിക, ഇതൊക്കെ ഇപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാകണത്. എത്രയോ പ്രാവശ്യം കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂടെ വരുമെന്നൊക്കെ, എന്നിട്ട് ഈ മനുഷ്യന്മാരാരും വിശ്വസിച്ചില്ല. ദൈവത്തിന് നമ്മുടെ കൂടെ വന്ന് നമ്മളെ സന്ധിക്കാനുള്ള കൊതിയാണ് അമ്മരൂപമായിട്ട് മാറണത്. അതാണ് അമ്മ പറയണത്, ഈശോ പറയണത് ഇതാ നിൻ്റെ അമ്മയെന്ന്. ഈശോ തന്നെയാണ് അമ്മയിലൂടെ പ്രവർത്തിക്കുന്നത്. ശ്രുതികട ഹല്ലേലൂയ. അപ്പോഴേ നമ്മൾ ആ ഇടുക്കിയിലെ സാക്ഷിയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേട്ട ഒരു ചേച്ചി, ആ ചേച്ചിയുടെ മോൾക്ക് ഇതുപോലെ പഠന തകർച്ചയാണ്, പ്രൊഫഷൻ തകർച്ചയാണ്. അപ്പോൾ അവർ നോക്കിയിട്ട് അവരുടെ മുമ്പിൽ മാർഗമൊന്നുമില്ല. അപ്പോൾ അവർ പറയണത് എനിക്കും ഒരു ദിവസം അമ്മയെ പോയി കാണണം, എൻ്റെ മകളുടെ കാര്യങ്ങൾ പറയണം. പക്ഷേ എന്നിട്ട് അവരെന്നാ ചെയ്ത്, അവർ പറഞ്ഞ് നാളെ മുതൽ ഞാനും ഏലത്തോട്ടത്തിൽ പണിക്ക് വരാം, എൻ്റെ കാശില്ല, ആലപ്പുഴ വരാൻ കാശില്ല, അതുകൊണ്ട് ഞാനും ഏലത്തോട്ടത്തിൽ പണിക്ക് വരാം. അപ്പോൾ ഏലത്തോട്ടത്തിൽ പണിക്ക് ചെന്ന് ഒരാഴ്ച കഴിയപ്പോൾ അവർക്ക് 4000 രൂപ കിട്ടി. ആ 4000 രൂപയും കൊണ്ട് അവരിവിടെ വരും, അമ്മയെ കാണും, ഉടമ്പടി ചെയ്യും. പിന്നെ ഉടമ്പടിയിൽ ഇവരെന്താ ചെയ്യുന്ന, ആദ്യ കാലങ്ങളിൽ ഇവർക്ക് ഉടമ്പടിയിൽ ഇവർ പത്രം കുറച്ചൊക്കെ കൊടുക്കും, കുറച്ച് കൊടുക്കത്തില്ല. മകളും കുറച്ച് കൊടുക്കും, കുറച്ച് കൊടുക്കത്തില്ല. എന്നിട്ട് അത് കാര്യമായിട്ട് എടുത്തില്ല അവർ പത്രം കൊടുക്കണത്. കാര്യം അതിൻ്റെ അകത്തല്ല കാര്യം ഇരിക്കണത്. ശരിക്കും പറഞ്ഞാൽ സുവിശേഷം കൈമാറ്റത്തിലാണല്ലോ കാര്യം ഇരിക്കണത്. ദൈവത്തിൻ്റെ കാര്യം ഇരിക്കണത് ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾക്ക് മാത്രം പ്രയോജനമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും, പ്രത്യക്ഷത്തിന് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കും. ഇവിടെയാണ് ആൾക്കാർക്ക് പറ്റണത്. ദൈവത്തിന് പ്രയോജനമുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. ദൈവം പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു, ഞാൻ കാരാഗൃഹവാസിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു, എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു, ആ കാര്യങ്ങളൊന്നും ആൾക്കാർക്ക് ഒന്നും കൊടുക്കത്തില്ല. ഇത് അവർ ഈ പ്രത്യക്ഷയുടെ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ട് അങ്ങനെ ഇരിക്കും. അത് തന്നെ പരിപാടി. അങ്ങനെ കുറച്ച് ചെയ്ത് കുറച്ച് ചെയ്യാതെ എന്നിട്ട് ഇവരുടെ ഉടമ്പടി ശരിക്കും ഫ്രൂട്ടാകുന്നില്ല. അപ്പോൾ പിന്നെ വീണ്ടും ഒന്ന് ഉടമ്പടി പുതുക്കണമല്ലോ. പുതുക്കാൻ നേരത്തെ പിന്നെ കുഞ്ഞിന് പരീക്ഷയായി. അപ്പോൾ അവൾ എറണാകുളത്ത് വന്നപ്പോൾ ആ എറണാകുളത്ത് നിന്ന് പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് രണ്ടാമത് ഇവർ ഉടമ്പടി പുതുക്കിയിട്ട് പോകുന്ന ഒരു കാഴ്ചയുണ്ട്. ഉടമ്പടി പുതുക്കിയിട്ട് പോകുമ്പോൾ അവർ പറയണ് ഞാനിനി എൻ്റെ ഉടമ്പടി കറക്റ്റ് ചെയ്യും. അതിൽ എൻ്റെ നാട്ടിൽ കൂടി തമിഴ്നാട്ടിലേക്ക് ഒരു വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്ന് തമിഴ് പത്രമോ ഹിന്ദി പത്രമോ ഒക്കെ വാങ്ങിച്ച്, എന്നിട്ട് എനിക്ക് ആ തമിഴ് വണ്ടിയിൽ എനിക്കറിയാവുന്നൊരു കണ്ടക്ടറുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ റെഡിയാക്കി പത്രം പിടിച്ച് ഞാൻ ഈ ബസ് സ്റ്റോപ്പിൽ പോകും. കുറേ ഉണ്ട്, 2-3 കിലോമീറ്റർ ഉണ്ട് ആ തമിഴ് വണ്ടി പോകുന്ന ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ വേണ്ടി. അവരോടെ പോയിച്ചും വണ്ടി വരുമ്പോൾ കണ്ടക്ടറിനോട് പറയും നിങ്ങൾ ഈ വണ്ടി എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിക്കും. അപ്പോൾ ഇത് തേനിയിലോട്ടാണ്. അപ്പം ഇത് തമിഴ് പത്രമാണ്, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഈ ദൈവവേല ചെയ്യണം, ഇത് നിങ്ങളവിടെ വിതരണം ചെയ്യണമെന്ന് പറയും. പരിചയം ഉണ്ടായിരുന്ന കൊണ്ടും അതുകൊണ്ട് ആ ചേട്ടൻ പോയി തമിഴ് പത്രം മേടിച്ച് തേനി കൊണ്ടുപോയി വിതരണം ചെയ്യും. എന്നിട്ട് ഇവിടെ കയ്യിരിക്കുന്ന പൊതിച്ചോറ് കൊണ്ടുവന്ന് ആ സ്ഥലത്തുള്ള ഇടുക്കിയിലുള്ള ഗവൺമെൻറ് ആശുപത്രിയിൽ പോയിട്ട് അവിടെ ഇരിക്കണ ഇരിപ്പ് രോഗികളെയും ബൈസ്റ്റാൻഡേഴ്സിനെയും കണ്ടിട്ട് ഇവർ ഭക്ഷണമൊക്കെ കൊടുക്കും. ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി മനുഷ്യന്മാർ, നിങ്ങൾക്കറിയോ ഇന്നത്തെ കാലത്ത് ഈ ഉടമ്പടിയുടെ പേരിൽ ഒരു ദിവസം തന്നെ ഒരു 10 ലക്ഷം രൂപയെങ്കിലും മനുഷ്യന്മാർക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആയിരക്കണക്കിന് വസ്ത്രങ്ങൾ ആൾക്കാരെ കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം ഒരു MP ഇവിടെ വന്നപ്പോഴേ എന്നോട് പറഞ്ഞു, അച്ഛനൊരു ആശുപത്രി തുടങ്ങണമെന്ന് പറഞ്ഞ്. എന്നിട്ട് എന്താ എന്നോട് പറഞ്ഞേക്കുന്നത്, KPO ഞാൻ ബിഷപ്പ് ആശുപത്രി തുടങ്ങിയില്ല, അച്ഛനും തുടങ്ങാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ക്രിസ്ത്യൻ അല്ലാഞ്ഞ കാരണം ഞാൻ പറഞ്ഞ് സാറേ ഇത് രണ്ട് മിഷനാണ്. ഞാൻ ചെയ്യണത് ഞാനിവിടെ ഒരു ആശുപത്രി തുടങ്ങിയിട്ട് ആൾക്കാർക്ക് മരുന്ന് പകുതി വിലക്ക് കൊടുക്കുന്ന പരിപാടിയല്ല ഇത്. ജനങ്ങളെ തന്നെ കൊടുക്കാൻ വേണ്ടി എക്വിപ്പാക്കുകയാണ്. അവരുടെ കൈവശം എത്ര അപ്പമുണ്ടോ എന്ന് ഈശോ ചോദിച്ചില്ലേ, അത് കൊണ്ടുവരാൻ പറഞ്ഞില്ലേ. അപ്പം ജനങ്ങളുടെ കൈവശമുള്ളത് എന്താണ്? വിശ്വാസമോ അപ്പമോ വസ്ത്രമോ പണമോ ഭക്ഷണമോ എന്താണ്?
അതുകൊണ്ട് അവരെ കൊണ്ട് തന്നെ ഞാൻ കുടിപ്പിക്കുക. ശരിക്കും പറയണേ, ബൈബിളിൻ്റെ ഒരു കാഴ്ചപ്പാട് ആ രീതിയിലാണ്. അല്ല എവിടെയെങ്കിലും ഒരു സെൻട്രലൈസ് ചെയ്തിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ട് അവസാനം ആശുപത്രി കച്ചവടമാണ്, വിദ്യാഭ്യാസം കച്ചവടമാണെന്നുള്ള ചീത്തപ്പേരാണ് നമ്മൾ ഇത്തരങ്ങൾ കഷ്ടപ്പെട്ട് നമുക്ക് ഉണ്ടായത്. കഷ്ടപ്പെടാനുള്ള എല്ലാം കൃത്യ ആവശ്യമുള്ള അഭിഷിക്തന്മാരും സന്യസ്തരുമൊക്കെ ശരിക്കും ജീവിതം ഒഴിഞ്ഞു വെച്ച് ഈ ആശുപത്രികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ടാണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത്. പക്ഷേ പേരെന്താ? കച്ചവടമാണെന്ന പേര്. പക്ഷെ എനിക്കതറിയാവുന്നതുകൊണ്ട് ഞാൻ പണ്ട് പോലെ സുവിശേഷ കൈമാറ്റത്തിന് ഈ വേറെ ഒരു നിലവാരം തരാൻ വേണ്ടി എപ്പോഴും കർത്താവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ഉടമ്പടി തരുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ അമ്മ തരുമ്പോൾ അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതിയാണ് പ്രത്യക്ഷ പ്രാർത്ഥനയിലൂടെ നമുക്ക് തന്ന കൃപാവര പദ്ധതിയായിട്ടാണ് ഇപ്പോഴ് ഈ ജനങ്ങളെ അവരുടെ കൃപയിൽ നിന്നും അവരുടെ വിശ്വാസത്തിൽ നിന്നും അവരുടെ സമൃദ്ധിയിൽ നിന്നും അവർ ദാനം ചെയ്യുമ്പോൾ സുവിശേഷത്തിൻ്റെ ആളായ്മയായിട്ട് ജനങ്ങൾ തന്നെ കൺവേർട്ട് ചെയ്യുകയാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ ലോകം മുഴുവൻ വ്യാപിച്ച് പുളിമാവ് പോലെ പരക്കുന്ന സുവിശേഷ പ്രയോഗ പ്രവർത്തന മുന്നേറ്റത്തിലെ എന്നെയും കരുവാക്കിയതിലെ എന്നെയും ഉപകരണമാക്കിയതിലെ ഞാൻ എനിക്ക് നന്ദി പറയുന്നു. എന്നെ ഈ കൃപയിലെ അങ്ങ് നിലനിർത്തണമേ. കൃത്യമായിട്ട് രണ്ടാമത് ഘട്ടത്തെ പുതുക്കി കഴിഞ്ഞപ്പോൾ ഉടമ്പടിയുടെ സ്പിരിറ്റ് മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ മിഷൻ കൃത്യമായിട്ട് ദൈവസ്നേഹത്തോടെ ചെയ്യാൻ തുടങ്ങി. കാര്യം വെച്ചാൽ വെറുതെ കൊടുക്കുകയല്ല, ഉറപ്പ് വരുത്തും. നമ്മൾ കൊടുക്കുന്ന നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം അർഹമായ സ്ഥലത്താണ് കൊടുക്കണമെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവരോട് കർത്താവിനെക്കുറിച്ച് പറയും. കൊടുത്തിട്ട് പോരുകയല്ല പ്രശ്നം. അങ്ങനെ പറയാൻ പറ്റാത്ത ചാതുര്യമില്ലാത്തവർക്കാണ് പത്രം കൊടുക്കണത്. മനസ്സിലായില്ല? പത്രം കൊടുത്താൽ ചെറുക്കെ പറയാൻ പറ്റത്തില്ല, അറിയത്തില്ല പറയാൻ. അതുകൊണ്ട് പത്രം കൊടുക്കും. പത്രം കൊടുക്കുമ്പോൾ എന്താണ്? ചവർ പോലെ സാക്ഷ്യം പെയ്ത് കിടക്കുകയില്ലേ പത്രത്തിലെ അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും സുവിശേഷ കാലത്തിൻ്റെ ഒരു പുതിയ കാല പതിപ്പുകളാണ് നിങ്ങളുടെ കയ്യിൽ വരണത്. അത് തൊടുന്നപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അത് വെച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ദൈവം അതെല്ലാം ആൻസർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് ഇതിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ മുതൽ മുടക്കിയാൽ, ദൈവസ്നേഹത്തിൻ്റെ മുതൽ മുടക്കിയാൽ, പ്രത്യാശയുടെ മുതൽ മുടക്കിയാൽ ഇതിന് കറക്റ്റ് റൈറ്റായിട്ടുള്ള റിട്ടേൺസ് ഉണ്ടെന്ന് ഇപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ടാണ് ആൾക്കാരിപ്പോഴേ പഴയതുപോലെ പമ്മലൊന്നുമില്ല. നേരിട്ട് ചൊവ്വേ എത്ര വഴക്ക് കേട്ടാലും ആക്ഷേപിച്ചാലും അവർ പറയും നാളെ നിങ്ങളും വരും. ഇപ്പം ഞാനിപ്പോൾ ഇടുക്കിയിൽ ചേടുത്തി ആലപ്പുഴയ്ക്ക് കൂട്ടുവരാൻ വേണ്ടി ഒരു ചേടുത്തിയോട് പറഞ്ഞ് അപ്പോൾ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. പക്ഷെ വരണ ദിവസം വിളിക്കാൻ ചെന്നപ്പോഴുണ്ടല്ലോ അവിടെ ഒരു ബ്രദറുണ്ടായിരുന്നു. പണ്ട് മാതാവിനെ ഇല്ലാതെയൊക്കെ പ്രസംഗിച്ച് നടന്ന ബ്രദറാണെന്ന് തോന്നണം. ബ്രദർ പറഞ്ഞ് നിങ്ങൾക്ക് എന്താ പ്രായം? ഇവിടെ തന്നെ ഉണ്ടല്ലോ 100,000 മാതാവ് എല്ലാ പള്ളിയിലും, പിന്നെ നിങ്ങളെന്താ വഴി കെട്ടിയെടുത്ത് ആലപ്പുഴ ഓടണത്? ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഉടനെ ഈ ചേർത്തി പറഞ്ഞ് അയാളെ ഭർത്താവിനെ വിഷമിപ്പിച്ചുകൊണ്ട് നിങ്ങളൊന്നും വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഒറ്റയ്ക്ക് പോകണമെങ്കിൽ അവർക്ക് പ്രശ്നമുണ്ട്, അവർക്ക് ഛർദ്ദിക്കും. ചിലപ്പോൾ ഛർദ്ദിച്ചാൽ ബോധം കെട്ടുപോകും. അപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ വണ്ടിയെ കയറി കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു, ആരും എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞവരും വരണില്ല. ഞാൻ ഛർദ്ദിച്ച് ബോധം കെട്ടാൽ പിന്നെ അവസ്ഥ എനിക്കറിയാവില്ല, എന്നാലും ഞാൻ പോകും. വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യണ രീതി കണ്ടില്ലേ? എന്നിട്ട് അവർ പറയണേ ഞാൻ ഇവിടെ വന്ന് അമ്മയെ കണ്ട് ഞാൻ തിരിച്ചു പോകുമ്പോൾ ഞാൻ വീട്ടിൽ ഇരിക്കണ പോലെയാണ് എനിക്ക് തോന്നിയതെന്ന്. വണ്ടിയിലിരിക്കുമ്പോഴൊക്കെ എന്താണ് അമ്മ കൂടെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ വിശ്വാസമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ദൈവം പറയും, വിശ്വാസം കാണിക്കാൻ പറയും. നമ്മുടെ കൈവശം എന്തുണ്ടെന്ന്, നിങ്ങളുടെ കൈവശമുള്ള വിശ്വാസം ദൈവം പറയും, കാണിക്കാൻ പറയും. കാര്യം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉദാഹരണത്തിന് ആ തളവായ രോഗിയുടെ കാര്യം തന്നെ എടുത്തേ. തളവായ രോഗിക്ക് അയാൾ ഒരു പ്രത്യാശമില്ലാത്ത ഒരു സാഹചര്യത്തിൽ തളർന്ന കോശങ്ങൾ മരിച്ച ഞരമ്പ് തളർന്ന ഒരു മാംസപിണ്ഡമായിട്ട് ഈച്ചയും പിടിച്ച് കിടക്കുന്ന ആളാണ്. ഈ ആളിനോടും ഈശോ ചോദിക്കുകയാണ്, എന്താണ് നീ ഈച്ച പിടിച്ചാലും കിടക്കുന്ന അവസ്ഥയിലും നിൻ്റെ മാംസപിണ്ഡം തളർന്നാലും ഞരമ്പിന് തളർച്ച വന്നാലും നിനക്ക് ഈശോയ്ക്ക് നീ പ്രിയപ്പെട്ടവനാണ്.
അത് ഈ ഒറ്റ കാര്യം കൊണ്ട് മനസ്സിലാവും. ആർക്കും നിന്നെ സുഖപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല ഈ ലോകത്ത്. ആർക്കും നിന്നെ സുഖപ്പെടുത്താൻ ഒരു ആഗ്രഹവുമില്ല. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് നീ സുഖപ്പെടണമെന്ന്. പക്ഷെ നിനക്ക് ആഗ്രഹം ഉണ്ടാകണം, നീ സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് കർത്താവ് ചോദിക്കും. അപ്പം പറയും എനിക്ക് നീ പറഞ്ഞതുപോലെ ആരുമില്ല എന്ന് പറയും. അപ്പോൾ ഈശോ പറയും എഴുന്നേറ്റ് നടക്കാൻ പറയും. എഴുന്നേറ്റ് നടക്കാൻ പറയണല്ല പ്രശ്നം. തളർന്ന ആൾ കട്ടിലും കൊണ്ട് എഴുന്നേക്കണ കാഴ്ച നമ്മൾ കാണുന്നത്. തളർന്ന ആൾ കട്ടിലും കൊണ്ട്, കാര്യം വെച്ചാൽ ഇവൻ്റെ ആഗ്രഹം, ഈശോയിലുള്ള വിശ്വാസമാണ് ഇവന് കട്ടിൽ 38 വർഷമായിട്ട് തളർന്നു കിടക്കുന്നവനെ കട്ടിൽ പൊക്കിക്കുന്ന കർത്താവ്. അത് വിശ്വാസത്തിൻ്റെ ഒരു വലിയ സുവിശേഷമാണ്. എന്ന് വെച്ചാൽ നിൻ്റെ വിശ്വാസം വളർത്തു. ആരെല്ലാം വിശ്വാസം അവിഞ്ഞു പോയാലും നീ അത് മൈൻഡ് ചെയ്യരുത്. ഈ മനുഷ്യൻ്റെ ഭാര്യയും മക്കളൊക്കെ ഉള്ള ആളാണ്. കുറച്ച് നാളൊക്കെ നിന്ന് ബൈസ്റ്റാൻഡേഴ്സൊക്കെ വണ്ടി വിട്ട് പോയി. ഇപ്പോൾ ഒരു ബൈസ്റ്റാൻഡറും ഇല്ല, ബൈസ്റ്റാൻഡറൊന്നും ഇല്ല. അയാൾ കറക്റ്റ് കാര്യം പറയും, എനിക്കാരുമില്ലെന്ന് പറയും. അപ്പോൾ കർത്താവ് പറയും ഞാൻ നിനക്കുണ്ടെന്ന് പറയും. കാര്യം ഭാര്യയെ കണ്ടോ ഭർത്താവിനെ കണ്ടോ മക്കളെ കണ്ടോ അല്ലെന്ന് നിന്ന് ഞാൻ ജനിപ്പിച്ചത് എന്നെ കണ്ടാണെന്ന് പറയും. നടപടി വന്നു, ജപ്തി നിന്ന് കടം മേടിച്ച് അപ്പൻ്റെ അമ്മയുടെയും ജപ്തി ഒഴിവാക്കി കൊടുത്തു. അപ്പോൾ ഇവർ കടക്കാരായി. അപ്പം എന്നാ പറയും, പ്രളയവും മഴയും വന്നിട്ട് വീടൊടിഞ്ഞ് വീണ് പിന്നെ അപ്പനെയും അമ്മയും കൊണ്ടുപോയി വാടകയ്ക്കാക്കി. അമ്മയാണെങ്കിൽ ഓർമ്മയില്ല. മകൻ മദ്യപാനത്തിൽ തേരാപ്പാര നടന്നിട്ട് നാടുവിട്ട് പോയിരിക്കുക. ഇങ്ങനെ തകർന്ന ഒരു ജീവിതം, എല്ലാം തീർന്ന് അങ്ങനെ പോവുകയാണ്. പിന്നെ മരിക്കണം വരെ മകളായിരിക്കുമ്പോൾ നമുക്ക് നോക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇവരുടെ മനസ്സ് മാറുന്നില്ല. ഇവർ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞ് അപ്പനും അമ്മയും ഒരു വീട് നമുക്ക് ശരിക്ക് കൊടുക്കാം. എപ്പോഴും ജീവിതകാലത്ത് എങ്ങനെ അവർ മരിക്കുമ്പോൾ വാടക വീട്ടിൽ കിടന്ന് മരിക്കണം ശരിയല്ലല്ല. അതൊരു മനുഷ്യത്വമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എന്നിട്ട് ഇവർ ഭാര്യയും ഭർത്താവും കൂടി ലോൺ എടുത്തിട്ട് ഒരു ആ പൊളിഞ്ഞു പോയ വീട്ടിൽ വേറൊരു വീട് ഉണ്ടാക്കിയെടുക്കും. വില കുഴപ്പമില്ലാത്തൊരു വീട് കുഴപ്പമില്ലാത്തൊരു വീട് ഉണ്ടാക്കിയെടുത്ത് കഴിയുമ്പോൾ ഉടമ്പടിക്കാലമാണ്. എന്താ ഈ സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചില്ലേ? അതെന്തിൻ്റെ ആഗ്രഹം? ഈശോയിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ആഗ്രഹം വരണത്. അപ്പം അവൻ പറഞ്ഞ് എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറയും. കാര്യം എന്താണ്? നീ എൻ്റെ കൂടെ നിൽക്കണുണ്ടല്ലോ, നീ എൻ്റെ അരികെ നിൽക്കുന്നുണ്ടല്ലോ, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ. ഉടമ്പടിയുടെ ബേസ്മെൻറ്റിലാണ് ഈ ആഗ്രഹം നിലനിൽക്കുന്നത്. അപ്പോഴെന്താണ്, നമ്മളെ കടം മേടിച്ച് അപ്പനും അമ്മയ്ക്കും വീട് വാങ്ങിച്ച് കൊടുത്താലും എന്താണ്, നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ, കർത്താവ് ഇന്നല്ലെങ്കിൽ നാളെ അത് വർക്കൗട്ട് ചെയ്യിക്കും. അതാണ് അവരുടെ വിശ്വാസം. ആ വിശ്വാസത്തിൽ ഞാൻ ഇവരുടെ വിശ്വാസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വീട് കർത്താവ് ചിലപ്പോൾ ഉന്തിയിട്ടതായിരിക്കും, നമുക്കറിയത്തില്ല. ഇതിനകത്ത് ഈ ഉടമ്പടി എടുക്കുന്ന കാലത്തെ പലതരത്തിലുള്ള തകർച്ചകളുണ്ടാകും. നമ്മൾ അതിനെങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇവർ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. ഇവർ പറയണ പുതിയ കടത്തിൻ്റെ ജപ്തിക്ക് കടമുണ്ടായിരുന്നു, അതൊഴിച്ചു, ഇനി ഈ വീടിന് കടമുണ്ടാവും. എന്നാലും അപ്പനും അമ്മയും സ്വന്തം വീട്ടിൽ കിടന്ന് മരിക്കുമല്ലോ, മക്കളെ ജീവിച്ചിരിക്കുമ്പോൾ അതല്ലേ അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വീടുണ്ടാക്കി കൊടുക്കും. അവർ പറയണേ ആ വീട് ഉണ്ടാക്കണേനെ ഞങ്ങൾക്ക് എങ്ങനെയാണ് അത് ഉണ്ടായെന്ന് പോലും അറിയാൻ പാലാത്ത രീതിയിൽ ഒരു തടസ്സവുമില്ലാതെ പെട്ടെന്ന് ആ വീട് റെഡിയായത്. ഒരു 6 മാസത്തിനുള്ളിൽ വീട് റെഡിയായി. അത് ഈ മരിയൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയിലുണ്ട്. അമ്മ ആ വിഷയത്തിൽ കൊണ്ടുപോയി നമുക്കറിയാൻ പറ്റും. ഈ മുല്ലപ്പൂവൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അവർ പറയുന്നുണ്ട് ഇടയ്ക്ക്, ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോഴേ അച്ഛാ എല്ലായിടത്തും മുല്ലപ്പൂവിൻ്റെ മണമാണ്. അപ്പം ഞാനവർക്ക് എനിക്ക് മാത്രമേ ഉള്ളെന്ന്. അപ്പോഴുണ്ട് എല്ലാ ദിവസവും അവിടെ മുല്ലപ്പൂവിൻ്റെ മണമുള്ള വീട്. ഇന്ന് ആ സാക്ഷി അപ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ നോക്കണം കേട്ടോ. ഒരു കുടുംബം എങ്ങനെ രക്ഷപ്പെട്ട് വരണമെന്ന്, അമ്മ എങ്ങനെ രക്ഷപ്പെടുത്തുമെന്ന് അറിയാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിയൻ സീൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കുടുംബത്തിന് എന്താ സംഭവിച്ചത്? ആദ്യം ജപ്തിയായി, അത് തകർത്തുകൊണ്ട് അതിനെ വിശ്വാസം അതിജീവിച്ചുകൊണ്ട് ജപ്തി നടപടി മാറ്റിക്കൊടുത്തു. പിന്നെ അത് അപ്പനും അമ്മയും വാടകയ്ക്കായി. പിന്നെ ആ വീട് ഇടിഞ്ഞ് വീണ് അങ്ങനെ അപ്പനും അമ്മയും വാടകയ്ക്കായി. അപ്പോഴും വിശ്വാസം കളയാതെ ഇവർ നിന്നിട്ട് അതിനെ അതിജീവിക്കും. പിന്നെ എന്താണ്? പിന്നെ ഇതെല്ലാം കാശുരവും ആ കട്ടളപ്പടിയിലും എല്ലാം കൃപാസനം കാശുരവും വെച്ചാണ് ഇവർ ചെയ്യണതെല്ലാം. എന്ന് വെച്ചാൽ ആ അവസാനം മാതാവിൻ്റെ തന്നെ സാന്നിധ്യത്തിൽ ആ വീട് തീർത്ത് കഴിയുമ്പോൾ എന്നാ പറ്റുമെന്നറിയാവോ? ആങ്ങളെ തിരിച്ചു വരും.
അവനൊരു ജീവിതമായല്ലോ എന്നൊക്കെ വിചാരിക്കുമ്പോൾ അവൻ കുടി നിർത്തും. കുടിയായിരുന്നല്ല പ്രശ്നം മുഴുവനും. നമ്മൾ സത്യസന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് ദൈവത്തിന് തോന്നിയാൽ നിൻ്റെ കഷ്ടപ്പാടുകളെ മാറ്റാൻ കർത്താവിന് ഒറ്റ സെക്കൻഡ് മതി. കാര്യം എന്താ? നിങ്ങൾ വചനം വിട്ടു പോകത്തില്ല, വചനം നിലനിൽക്കുകയാണ്. ആൻസിയിലും ഭർത്താവിലും വചനം, എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാം. അങ്ങനെ മദ്യപാനമോ അതുപോലെ തന്നെ വീട് വെക്കുന്ന കാര്യമോ എന്തായാലും നിങ്ങൾ ഇഷ്ടമുള്ള ചോദിക്കാം, നിങ്ങൾക്കത് ലഭിക്കുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനം നിറവേറ്റിക്കൊണ്ട് ആങ്ങളെ തിരിച്ചു വരും. മദ്യപാനം മാറിയല്ലേ രസം. ആ പുതിയ വീട്ടിലോട്ട് വന്നപ്പോൾ അമ്മയുടെ ഭ്രാന്തും മാറി. അപ്പം അമ്മയുടെ ഒരു ഭ്രാന്ത് മാറി, ഓർമ്മക്കുറവ് മാറി കഴിഞ്ഞപ്പോൾ അമ്മ സന്തോഷമായി, അപ്പൻ സന്തോഷമായി, ആങ്ങൾക്ക് സന്തോഷമായി, അവരുടെ കുടുംബജീവിതം തിരിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് എല്ലാം സന്തോഷമായപ്പോൾ അമ്മയ്ക്ക് ഒറ്റ ദുഃഖമേ ഉള്ളൂ. എന്താണ്? എൻ്റെ മകൾ എന്നെ പ്രതി ലോകത്തിലെ ഏറ്റവും വലിയ കടക്കാരി ആയല്ല എന്നുള്ള ദുഃഖമാണ്. അപ്പോൾ അതെന്ത് ചെയ്യും? എടി മോളെ, നീ കടക്കാരി ആയല്ലോ എടി ഞങ്ങളെ രക്ഷിച്ചപ്പോൾ. അത് അമ്മ നോക്കിക്കൊള്ളൂ എന്ന് ആൻസി പറയും. അമ്മ നോക്കി. പിറ്റേ ദിവസം അവർക്ക് ഗവൺമെൻറ് ജോലി. ഈ ഗവൺമെൻറ് ജോലിയൊക്കെ നേരത്തെ കൊടുക്കത്തില്ല. നമ്മളോട് പറയും നിങ്ങൾ ആദ്യം വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യാൻ പറയും. ആൻസി ജയിച്ചു. ദൈവത്തിന് ഗവൺമെൻറ് ജോലിയൊക്കെ അവർക്ക് നേരത്തെ കൊടുക്കാമായിരുന്നു. നിങ്ങൾക്ക് പലർക്കും സംഭവം തരാതിരിക്കണതിൻ്റെ കാരണം എന്താ അറിയാമോ? നിങ്ങളത് ഉടമ്പടിയോടെ ഇൻവെസ്റ്റ് ചെയ്യണത് പോലെ എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പല ആൾക്കാരിലും വചനം നിലനിൽക്കണില്ല. കാര്യം അവർക്ക് ദൈവമല്ല പ്രധാനപ്പെട്ടത്, അവർക്ക് ജോലിയാണ്, വീടാണ്, വിവാഹമാണ്, വിദേശമാണ്. ടേക്ക് ദ വേർഡ്. എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിന്റെ ആകർഷണവും മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തുകൊണ്ട് ഉടമ്പടി ഫലശൂന്യമാകുന്നോ? അതാണ് പ്രശ്നം. അവൻ പറയണ പോലെ ചെയ്യുന്നതല്ല ഉടമ്പടി. യോഹന്നാൻ 2:5 പറഞ്ഞ എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുക, അവൻ പറഞ്ഞതുപോലെ ചെയ്തോളാമെന്നും അത് അവന് മധ്യസ്ഥത്തിൽ കർത്താവിനോട് പറയണതാണ് ഉടമ്പടി. ആ ഉടമ്പടി എങ്ങനെയാണ് നിലനിൽക്കണത്? ആ ഉടമ്പടിയിൽ നമ്മൾ നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുക. ഇപ്പോൾ ആൻസിയുടെ ജീവിതത്തിൽ വചനം നിലനിൽക്കുകയാണ്. നഷ്ടം സഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനം നിറവേറ്റിക്കൊണ്ട് അവൾ ഉടമ്പടിയിൽ അങ്ങോട്ട് പുരോഗമിക്കണ കാണാം, ആ കാഴ്ച കാണാം. അതുപോലെ വിശ്വസിച്ചുകൊണ്ട് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് വചനം നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതാണ് നിലനിൽപ്പെന്ന് പറയണത്. വചനം ഉടമ്പടിയിലുള്ള നിലനിൽപ്പെന്ന് പറയണത്. ഈ ഉടമ്പടി നിലനിന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും അറിയാവോ? യോഹന്നാൻ 15:4. യോഹന്നാൻ 15:4 നിങ്ങൾ എന്നിൽ വസിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പറഞ്ഞേ, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ. ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കും. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. മുന്തിരിച്ചെടിയിൽ നിലനിൽക്കാത്ത ശാഖയ്ക്ക് സ്വയമേവ ഫലം പ്രഭവിക്കാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഫലം പ്രഭവിക്കുവാൻ കഴിയുകയില്ല. നിങ്ങൾ എന്നിൽ വസിക്കുവൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഇപ്പം നമുക്കറിയാലോ, നമ്മൾ വചനത്തിൽ നിലനിൽക്കാൻ പറഞ്ഞില്ലേ? 15:7 വചനത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, യോഹന്നാൻ 15:7 എന്താണ്? വചനത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാം. വചനം നിവർത്തിയാക്കുമ്പോഴാണ് വചനത്തിൽ നമ്മൾ നിലനിൽക്കുന്നത്. വചനത്തിൽ നിലനിൽക്കുന്ന കൊണ്ടാണ് നമ്മൾ ക്രിസ്തുവ് നമ്മളിൽ വസിക്കണത്. മനസ്സിലായില്ലേ? നമ്മൾ എപ്പോഴും പറയും ഈ മുന്തിരിച്ചെടിയും ശാഖയൊക്കെ എപ്പോഴും അച്ഛന്മാർ പറയണതാണ്, പക്ഷെ പറയാനുള്ളത് പറയത്തില്ല. ശാഖ തായ്തടിയാണ്,
ശാഖയിലാണ് ഫലം ഉണ്ടാക്കുന്നത്, നമ്മളാണ് ഫലം തരേണ്ടതെന്നൊക്കെ പറയും. എങ്ങനെയാണ് ഈ സംഭവം എങ്ങനെയാണ്? എന്ത് സംഭവത്തില്ല? ആദ്യം ഈശോ പറയുന്നുണ്ട്, എന്താണ്? നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിത്തഴിച്ച് നിലനിൽക്കാത്ത ശാഖയ്ക്ക് സ്വയമേവ ഫലം പ്രയോഗിക്കാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലേ നിങ്ങൾക്ക് ഫലം പ്രയോഗിക്കാൻ സാധിക്കുകയില്ല. എങ്ങനെയാണ് എന്ന് പറയും? നിങ്ങൾ എന്നിൽ വസിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നിൽ വസിക്കുകയും 15:6 വായിച്ചേ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നിൽ വസിക്കാത്തവൻ എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. അതായത് വസിക്കുന്നില്ലെങ്കിലുള്ള പ്രശ്നം എന്താ അറിയാവാ? പൊകിടൻ ക്രിസ്ത്യാനിയാകും. അവിടെ ദൈവം യാതൊരു ദാക്ഷിണ്യവും കാണിക്കണില്ല. എന്നെ നിങ്ങൾ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഉണങ്ങിപ്പോകും, കൃപ വറ്റിപ്പോകും. പിന്നെന്ത് ചെയ്യും? പുറത്തോട്ട് എറിഞ്ഞു കളയും. പുറത്തോട്ട് എറിഞ്ഞു കളയുക മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. അതിൻ്റെ അകത്ത് ദൈവത്തിന് കുറച്ച് സാഡിസം കൂടി കേട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എറിഞ്ഞു കളഞ്ഞ് ഉണങ്ങിപ്പോയ സാധനത്തിന് തിരക്കി എടുത്തുകൊണ്ട് പോയി ചുട്ടുകളയെന്ന് പറഞ്ഞിരിക്കണേ. പോരെ? ഇപ്പോൾ ഒറ്റ നടക്ക് പോകത്തിൽ നടത്താം. കർത്താവിൻ്റെ വചനം അറിഞ്ഞതിന് ശേഷം അറിയാതെ ജീവിച്ചാൽ നിനക്ക് വെച്ചിട്ടുണ്ട് മകനെ. ഇത് നിസ്സാരമല്ലേ? ഇത് പറയാൻ സഭ ഇപ്പോൾ പറയണില്ലല്ലോ. സഭയ്ക്ക് എല്ലാ ആൾക്കാർക്ക് ഇക്കിളി കൂട്ടിയിട്ട് കുറേ ചിരിച്ചിപ്പിച്ച് എന്നാൽ പിന്നെ പട്ടപ്പ് കിട്ടേണ്ട ആവശ്യമില്ല. ആൾക്കാർക്ക് ഒരു സാധനം വടി കൊണ്ട് ആൾക്കാരുടെ പളക്കെട്ട് കുത്തി കൊടുത്താൽ പോരെ. കർത്താവിൻ്റെ വചനം നീ അറിഞ്ഞതിന് ശേഷം നീ അറിയാത്ത പോലെ തലയെ മുണ്ടിട്ട് ജീവിച്ചാൽ പണി വരുന്നുണ്ട് അവറാച്ച. ഒരു മാർഗ്ഗമില്ല അതിൻ്റെ അകത്ത്. കർത്താവിൻ്റെ വചനം അറിഞ്ഞതിന് ശേഷം, അതായത് എന്താണെന്ന് വിചാരിക്കുക, എൻ്റെ മക്കളെ, നിങ്ങളുടെ കല്യാണവും വിവാഹവും മക്കളുണ്ടാകുന്നതും അല്ല ദൈവത്തിൻ്റെ പ്രശ്നം. ദൈവത്തിൻ്റെ പ്രശ്നം യേശുക്രിസ്തുവിൻ്റെ ചോരയാണ്. അത് ഈ ഭൂമി വീണിരിക്കുകയാണ്. അത് വെറുതെ ആയിപ്പോയാൽ, അവൻ്റെ വചനം കേട്ടിട്ട് അവൻ്റെ ചോരയെ നീ വ്യർത്ഥമാക്കിയാൽ പിന്നെ ദൈവത്തിന് മുമ്പിൽ നിനക്കെന്നാ വില ഉള്ളത്? അത് ഉണങ്ങിയ കമ്പ് പോലെ കരിഞ്ഞു പോകും. അതിനെ കത്തിച്ച് ചാമ്പലാക്കി കളയാവുന്നതാണ്. ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ആ നിത്യതയിലായിരിച്ച് നിൻ്റെ കാര്യം സ്വാഹ. പക്ഷേ മറിച്ചുടനെ ദൈവം പറയും, എൻ്റെ വചനം കേൾക്കുകയും പറഞ്ഞേ എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം, നിങ്ങൾക്ക് ലഭിക്കും. എങ്ങനെയാണ് ലഭിക്കണത്? ദൈവത്തിൻ്റെ വചനം നമ്മൾ കേട്ട് ഫാൻസിയെ പോലെ വചനം നിലനിർത്തിക്കൊണ്ട് വചനം പ്രയോഗത്തിൽ വരുത്തി കഴിയുമ്പോൾ എന്താ സംഭവിക്കണത്? വചനം നമ്മൾ നിവർത്തിയാക്കി കഴിയുമ്പോൾ ഈശോ എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളിൽ വസിക്കും. അതാണ് പ്രശ്നം. ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണ്? ക്രിസ്തു നമ്മളിൽ വസിക്കുകയാണ്. മനസ്സിലായില്ലേ? കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കിയ പോലുള്ള മിനിമം പരിപാടിയല്ല ഇത്. ഉടമ്പടിയിലെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? സുവിശേഷത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമാണ്. സുവിശേഷത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? ക്രിസ്തു നമ്മളിൽ വസിക്കുകയാണ്. ക്രൈസ്റ്റിൻ. അപ്പോഴാണ് നമ്മൾ ക്രിസ്ത്യാനിയാകണത്. ചിലപ്പോൾ ജ്ഞാനസ്നാനപ്പെട്ട് കാണത്തിലായിരിക്കും, പക്ഷേ വചനം അവൻ്റെ നാമത്തിൽ വചനം സ്വീകരിക്കുകയും അവൻ്റെ വചനം ജീവിക്കുകയും ചെയ്യുമ്പോൾ ഇറ്റ്സ് ഓഫ് ദ ബൈ നോ മീൻസ് യുവർ ക്രിസ്ത്യൻ. നീ ആകും മതമൊന്നും പറഞ്ഞൊരു കാര്യമില്ല. എന്താ കാര്യം? നീ ക്രിസ്തുവിനെ സ്വീകരിക്കുക, ക്രിസ്തുവിൻ്റെ കൃപ ജീവിക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം. എന്താ കാര്യം? നിങ്ങൾക്ക് ലഭിക്കും. എന്താണ് ലഭിക്കാൻ കാര്യം? എന്താണ്? ക്രിസ്തു നമ്മൾ വസിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ലഭിക്കുന്നത്. മനസ്സിലായി? അത് നിങ്ങൾ അറിയണം. അതിൻ്റെ അകത്ത് അതാ വചനത്തിലുണ്ട്, അതിൻ്റെ അറിഞ്ഞ വ്യംഗ്യാർത്ഥമുണ്ട്. 15:4 വായിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാൻ 15:4. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. അപ്പൊ ഈ ഫലം പുറപ്പെടുവിക്കുക എന്നുള്ള സംഭവം ഉടമ്പടിയുടെ നിയോഗമാണ്. ഫലം. ഈ ഫലം ഉണ്ടാകണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അത് ആത്മീയമാകാം, ശാരീരികമാകാം. ആ ഫലം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ക്രിസ്തുവിൽ വസിക്കണം.
ക്രിസ്തുവിൽ വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രിസ്തുവിൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കണം. ക്രിസ്തുവിൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രിസ്തുവിൻ്റെ വചനം നിങ്ങൾ പാലിച്ച് ജീവിക്കണം. അതാണ് ആൻസർ ചെയ്തിരിക്കണത്. അപ്പോഴെന്ത് പറ്റും? ഞാൻ നിങ്ങളിൽ വസിക്കും 15:4. അങ്ങനെ ക്രിസ്തു നമ്മൾ വസിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ബലങ്ങളാണ് ഉണ്ടാകണത്. അത് നിത്യത ബലമുണ്ട്, അനുദിന ജീവിതത്തിൻ്റെ ബലങ്ങളുണ്ട്. എന്താ കാര്യം? എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. യോഹന്നാൻ 14:10. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. അപ്പൊ യേശുക്രിസ്തു വസിക്കുന്ന പിതാവാണ് യേശുക്രിസ്തുവിലൂടെ പ്രവർത്തിക്കുന്നത്. നമ്മൾ വചനം പാലിക്കുന്നതിലൂടെ ഈ യേശുക്രിസ്തുവും പിതാവും നമ്മളെ വസിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ഫലങ്ങളാണ് പ്രവർത്തിക്കുന്നത്. അതാണ് ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് എയിം. കൈയടിച്ച് സ്തുതിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. എൻ്റെ മക്കളെ സന്തോഷത്തോടെ ഒരു ഇടത് കൈ നെഞ്ചത്തും വലത് കൈ ശിരസിനും വെച്ചുകൊണ്ട് ഇവിടെ തീർത്ഥാടനത്തിലുള്ളവരും ഓൺലൈനിലുള്ളവരും ഈ ധ്യാനം എപ്പോഴെല്ലാം കേൾക്കുന്നു അപ്പോഴെല്ലാം ഈ സമയത്ത് സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഇടിപ്പണ പോലെ കർത്താവിൻ്റെ വലിയ ശക്തി നമ്മളിലേക്ക് ആവശ്യിക്കുന്ന വലിയ സ്വർഗീയ നിമിഷമാണ്. കർത്താവേ, നിന്നെ വാഴ്ത്തുന്നു. കർത്താവേ, നിനക്ക് നന്ദി പറയുന്നു. കർത്താവേ, നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ സ്തുതിക്കട്ടെ. നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, നിനക്ക് വേണ്ടി തിരുവിലാവിൽ മെരുവേറ്റവനെ, നിനക്ക് വേണ്ടി മെഴുക്കിടം ചൂടിയവനെ, നിന്നെ മെഴുക്കിടം നൽകുന്ന വിശുദ്ധമായ രക്തം ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും ഒഴുക്കണമേ. ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും ഒഴുക്കണമേ. കർത്താവേ, നിന്റെ വിശുദ്ധ രക്തത്താൽ അങ്ങനെ മക്കളെ സ്നാനം ചെയ്യിക്കണമേ. വൈദാക്കാലം പോലെ അടിപ്പിട പോലെ മാരക രോഗങ്ങള്, തീരാവേദികള്, കുടൽ രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, ഹൃദയരോഗങ്ങള്, ഭ്രാന്തി രോഗങ്ങള് യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ. സത്യാലല്ല ശ്രുതികളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യാലല്ല, സത്യാലല്ല, എന്നെ നടത്തിയത്. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ, കൃപയാൽ, ദൈവകൃപയാൽ, നിത്യടും ദയയാൽ, ദയയാൽ, നിത്യദയയാൽ. വീണ്ടും ഉദരത്തിൽ കൈവച്ചുകൊണ്ട് ഇടത് കൈവച്ചുകൊണ്ട് വലത് കൈ ശേഷം വെച്ചുകൊണ്ട് നീ പ്രാർത്ഥന നിന്നോട് ആവശ്യപ്പെട്ടവരെല്ലാം ഓർക്കുക. നിന്റെ മകളാകാം, അയൽവാസിയാകാം, ബന്ധുവാകാം, സ്വന്തമാകാം, അയൽവാസി ആരായാലും നിന്നോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരെല്ലാം അവിടെ ജോലിയില്ലാത്ത അവസ്ഥയാകാം, അവർക്ക് വീടില്ലാത്ത അവസ്ഥയാകാം, വഴിയില്ലാത്ത അവസ്ഥയാകാം, അവർ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് ജയിക്കാത്ത അവസ്ഥയാകാം, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരാകാം, വിവാഹം ഒത്തുവരാത്തവരാകാം, മക്കളില്ലാത്തവരാകാം, ആന്തരിക അവയവങ്ങൾ രോഗങ്ങളുള്ളവരാകാം, വിദേശത്ത് നിന്ന് പോരാൻ പറ്റാത്തവരാകാം, തിരിച്ചു പോകാൻ പറ്റാത്തവരാകാം, രേഖാമൂലമുള്ള തടസ്സമാകാം. എന്ത് തടസ്സമായാലും ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ മാറിപ്പോകട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ ഉടമ്പടി നൽകിയ മാതാവിൻ്റെ മാധ്യസ്ഥതയിലെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തില്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തില് ഈ അൽത്താറെ നടന്നിട്ടുള്ള 10,000 ആരാധന ശക്തിയാൽ ഈശോയുടെ ഉന്നതമായ നാമത്തില് ഇന്ന് വരെ ഉടമ്പടി എടുത്തിട്ട് വ്യക്തിയോടെ ചെയ്യുന്ന എല്ലാ മക്കളുടെ മധ്യസ്ഥ പ്രാർത്ഥന ശക്തിയാൽ മാരക രോഗങ്ങള്, വേദികള്, ജീവിതദുരിതങ്ങള് യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയാലല്ല, നിങ്ങളുടെ ബലത്താലല്ല, നിന്റെയല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ, കൃപയാൽ, ദൈവകൃപയാൽ, നിർത്തിടും ദയയാൽ, ദയയാൽ, നിത്യദയയാൽ.
ഈ സമയം ധ്യാനം കൂടുമ്പോൾ ഏത് സമയത്തായാലും, ഏത് വർഷത്തിലായാലും, ഏത് മാസത്തിലായാലും നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങളുടെ വിഷയങ്ങൾ ഈ ആരാധനയോട് ചേർത്ത് വെക്കാവുന്നതാണ്. ദൈവവചനത്തിന് കാലവും ദേശവും ഇല്ലെന്ന് ഓർക്കണം. ഉടമ്പടിയിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ ദൈവാനുഭവം ലോകത്തിന് മുമ്പിൽ പ്രഘോഷിക്കുവാൻ കർത്താവെ, ഞങ്ങളുടെ നിയോഗങ്ങളെ അങ്ങ് ഉപകരണങ്ങളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരെക്കാളും എന്തിനേക്കാളും ഏത് വസ്തുവകകളെക്കാളും ഞങ്ങളുടെ നിയോഗങ്ങളെക്കാളും നിന്നെ അനുഭവിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം.